hello, good evening, children. Hello, good evening. Yes, Liji. Yes, Kausu. Hi. Nasima, money and banking edukkum ketta. Moonamathe chapter le money and banking. Adu nammal edukkum. Okay. Sunday o anganda thonnu. Okay. Good evening. Where are you? എവിടെ പോയി ഇന്ന് റിസൾട്ട് ടൈം ടേബിൾ പബ്ലിഷ് ചെയ്ത് അറിഞ്ഞില്ലേ ക്രിസ്മസ് എക്സാമിൻ്റെ ടൈം ടേബിൾ വന്നു ഗുഡ് ഈവനിങ് യെസ് അന്നയെ കുറേ ദിവസമായല്ലോ കണ്ടിട്ട് എക്കണോമിക്സ് എക്സാം ആണ് ലാസ്റ്റ് എക്സാം അല്ലേ 19th നിങ്ങളുടെ എക്കണോമിക്സ് എക്സാം നിങ്ങൾക്ക് തുടങ്ങുന്നത് 12th അതായത് നിങ്ങളുടെ ബിസിനസ് സ്റ്റഡീസ് തൊട്ട് അങ്ങ് തുടങ്ങി അടുപ്പിച്ച് അങ്ങ് പരീക്ഷയാണ് കേട്ടോ അത് കഴിഞ്ഞ് നമ്മുടെ ലാസ്റ്റ് നമുക്ക് നമ്മുടെ എക്കണോമിക്സ് 19ാം തീയതി എക്കണോമിക്സ് എഴുതി നമ്മൾ സ്കൂള് ക്രിസ്മസ് വെക്കേഷന് പൂട്ടും കേട്ടോ ക്രോണോസ് ഗുഡ് ഈവനിങ് യെസ് അപ്പോൾ നമുക്ക് സെക്കൻഡ് ചാപ്റ്റർ പഠിക്കണ്ടേ മാക്രോ എക്കണോമിക്സിന്റെ സെക്കൻഡ് ചാപ്റ്ററിന്റെ പേരറിയോ എല്ലാവർക്കും വാട്ട് ഇസ് ദ നെയിം എന്താ മിസ് ടൈം ടേബിൾ ആണോ യെസ് ടൈം ടേബിൾ ആണ് ടൈം ടേബിൾ വന്നു ക്രിസ്മസിന്റെ എക്സാമിന് ടൈം ടേബിൾ വന്നു ഇക്കണോമിക്സ് എക്സാം ക്ലോസ് ചെയ്യുന്ന അന്ന് അതായത് 19th എക്കണോമിക്സ് എക്സാം കേട്ടോ രാവിലെയാണേ പരീക്ഷ ഓക്കെ ഫോർനൂണാ പോർഷൻസ് പറഞ്ഞുതരാം കേട്ടോ നാഷണൽ ഇൻകം ഈ ചാപ്റ്ററിന്റെ പേരാണ് എന്ത് നാഷണൽ ഇൻകം അക്കൗണ്ടിങ് നിങ്ങളുടെ ഒരു എസ്സേ വരുന്നത് ഈ ചാപ്റ്ററിൽ നിന്നായിരിക്കും നാഷണൽ ഇൻകം അക്കൗണ്ടിങ് എന്നായിരിക്കും കേട്ടോ 8 മാർക്കിന്റെ എന്നാ പിന്നെ പോർഷൻസ് നിങ്ങളുടെ നാഷണൽ ഇൻകം അക്കൗണ്ടിങ് നമ്മുടെ മാക്രോ ഇക്കണോമിക്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ സെക്കൻഡ് ചാപ്റ്റർ മിസ് ഒരു ഡൗട്ട് ഉണ്ട് ബാച്ചിലെ എനിക്ക് ടഫ് ഒന്നല്ല വളരെ ഈസി ഉള്ള ഒരു ചാപ്റ്ററാണ് നല്ല സുഖത്തിൽ പഠിച്ചു പോകുന്ന ഒരു ചാപ്റ്ററാണ് കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററാണ് 8 മാർക്കിന്റെ എസ്സേ എന്തായാലും ഷുവർ ആണ് കേട്ടോ എന്താ ചോദിച്ചേ പോർഷൻസ് ചോദിച്ചു അല്ലേ യെസ് പോർഷൻസ് മാക്രോ പിള്ളേരെ മാക്രോ ഇക്കണോമിക്സിന്റെ ഓക്കെ ഏതൊക്കെ ചാപ്റ്റർ എന്നറിയാം 1 2 3 4 ഇത്രയും ചാപ്റ്റേഴ്സ് ഉണ്ട് കേട്ടോ മാക്രോ ഇക്കണോമിക്സ് ഇത് നമ്മുടെ ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ ആണ് രണ്ടാമത്തതാ ഇപ്പൊ എടുക്കുന്ന നാഷണൽ ഇൻകം അക്കൗണ്ടിങ് ചാപ്റ്റർ ആണ് മൂന്നാമത്തത് മണി ആൻഡ് ബാങ്കിങ് ആണ് നാലാമത്തത് ഇൻകം ഡിറ്റർമിനേഷൻ ഇത്രയാണ് നിങ്ങളുടെ മാക്രോ ഇക്കണോമിക്സ് നിങ്ങൾ പഠിക്കേണ്ടത് ആദ്യത്തെ 4 ചാപ്റ്റർ ഓക്കെ ഫസ്റ്റ് ടേം എന്ന് കൗസു ചോദിച്ച നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത് 20% മാർക്കിന്റെ ഫസ്റ്റ് ടേം എന്നാ നിങ്ങളുടെ മൈക്രോ ഇക്കണോമിക്സിലെ മക്കളെ മൈക്രോ ഇക്കണോമിക്സിലെ 1 2 3 4 5 മൊത്തം ഉണ്ട് കേട്ടോ അതില് നിങ്ങൾക്ക് ഫസ്റ്റ് ടേമിൽ ഉണ്ടായിരുന്നത് ഈ 3 ചാപ്റ്ററാണ് അല്ലേ അതിന്ന് 20% മാർക്ക് ചോദിക്കാം ബാക്കിയുള്ളത് ചോദിക്കുന്നത് ഈ 4 ഈ 2 എന്നാണ് കേട്ടോ അങ്ങനെ ഈ 6 ചാപ്റ്ററിനായിരിക്കും എത്ര മാർക്കിന്റെ 80% മാർക്ക് അതിന്നായിരിക്കും കേട്ടോ മൈക്രോ ഉണ്ട് മൈക്രോയില് 4 5 ചാപ്റ്റർ പഠിക്കാനുണ്ട് കേട്ടോ മണി ആൻഡ് ബാങ്കിങ്ങിലും 8 മാർക്കിന്റെ ഒരു എസ്സേ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഉറപ്പിക്കാം ഒന്നല്ലെങ്കിൽ നാഷണൽ ഇൻകത്തിൽ നിന്ന് ഒരു എസ്സേ അല്ലെങ്കിൽ മണി ആൻഡ് ബാങ്കിങ് എന്നൊരു എസ്സേ കറക്റ്റ് കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് തുടങ്ങിയാലോ മണി ആൻഡ് ബാങ്കിങ് അല്ല നാഷണൽ ഇൻകം മണി ആൻഡ് ബാങ്കിങ് തുടങ്ങാം കേട്ടോ അടുത്ത ദിവസം മണി ആൻഡ് ബാങ്കിങ് വരും ഓക്കെ നമുക്ക് നാഷണൽ ഇൻകം തുടങ്ങാം നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താ ഇൻകം ഇറ്റ് ഈസ് ദ ഇൻകം ഓഫ് എ നേഷൻ അല്ലെ ഒരു രാജ്യത്തിന്റെ വരുമാനം അതായത് ഇറ്റ് ഈസ് ദ ടോട്ടൽ മണി വാല്യൂ ഓഫ് goods and services produced in an economy during an accounting year അതായത് സെറ്റ് കണ്ടിന്യൂ അതായത് ഒരു വർഷം നമ്മുടെ രാജ്യം ഉണ്ടാക്കുന്ന സാധനങ്ങളെയും സേവനങ്ങളുടെയും യെസ് ടോട്ടൽ ഇൻകം ഓഫ് എ നേഷൻ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൊത്തം പണം മൂല്യമാണ് എന്ത് നമ്മുടെ നാഷണൽ ഇൻകം നോക്ക് നമ്മുടെ രാജ്യം കുറേ സാധനങ്ങളും കുറേ സർവീസസും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ അതിൻ്റെയൊക്കെ അതൊക്കെ നമ്മൾ പണത്തിന്റെ മൂല്യം വെച്ചുകൊണ്ട് അളക്കണം മനസ്സിലായോ അങ്ങനെയാണ് എന്ത് നമ്മുടെ നാഷണൽ ഇൻകം എന്ന് പറയുന്നത് മക്കളെ ഡയറക്റ്റ് ആയിട്ട് വാട്ട് ഇസ് നാഷണൽ ഇൻകം എന്നൊന്നും ചോദിക്കാനുള്ള ചാൻസ് കുറവാണ് പക്ഷെ നമ്മുടെ ചാപ്റ്ററിന്റെ പേര് നാഷണൽ ഇൻകം ആയതുകൊണ്ട് യു ഷുഡ് നോ വാട്ട് ഇസ് ദ മീനിങ് ഓഫ് നാഷണൽ ഇൻകം യെസ് വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആയിഷ കറക്റ്റ് ഓക്കെ വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് മണി വാല്യൂ അങ്ങനെയും കൂടെ പറയുന്നത് കുറച്ചും കൂടെ നല്ലത് മണി വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എൻ അക്കൗണ്ടിങ് ഇയർ ഒരു വർഷമാണ് കേട്ടോ
എല്ലാ വർഷവും നമ്മൾ നാഷണൽ ഇൻകം കണക്കാക്കും. അപ്പോൾ ഒരു വർഷത്തിൽ നമ്മുടെ രാജ്യം ഉണ്ടാക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണത്തിന്റെ മൂല്യം വെച്ചുകൊണ്ട് അളക്കുന്നതാണ് നമ്മുടെ എന്ത് നാഷണൽ ഇൻകം. ഓക്കെ, മെഷർമെന്റ് നമ്മുടെ 3 മെഷർമെന്റ് ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാൻ എന്നുള്ള രീതിയിൽ യു റൈറ്റ് നാഷണൽ ഇൻകം കേട്ടോ. നമ്മളൊരു എസ്സേ തുടങ്ങുമ്പം അതിൻ്റെതായിട്ടുള്ള എല്ലാവിധ ഫോർമാലിറ്റീസും കാണിക്കണ്ടേ. ഓക്കെ, അന്നക്കുട്ടി യെസ്. Now what is meant by goods and services? നമ്മൾ ഈ ചാപ്റ്ററിൽ മൊത്തം ഗുഡ്സ്, സർവീസ്, ഗുഡ്സ്, കമോഡിറ്റി ഇങ്ങനെ മാറി മാറി പറയുന്ന കാണാം. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എനിത്തിങ്, എന്തും ആവട്ടെ, വിച്ച് സാറ്റിസ്ഫൈ ഹ്യൂമൻ വാണ്ട്സ്, നമ്മുടെ ആവശ്യങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏതൊരു സാധനത്തെയും നമ്മൾ എന്ത് പറയും, ഗുഡ്സ്. ഓക്കെ, നേരെ മറിച്ച് സർവീസസ് എന്ത് തന്നെയാ, ദാറ്റ് ഓൾസോ സാറ്റിസ്ഫൈ അവർ നീഡ്സ് അല്ലേ, അതും നമ്മുടെ ആവശ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പം നല്ല വിശക്കുന്നു, ഒരു ബിരിയാണി കഴിച്ചു, ഗുഡ്സ്, അതൊരു ഗുഡാണ് അല്ലേ, അത് നമ്മുടെ ആവശ്യത്തെ സാറ്റിസ്ഫൈ ചെയ്തു. എനിക്ക് പനി വന്നു, ഐ കൺസൾട്ടഡ് എ ഡോക്ടർ, ഞാൻ ഡോക്ടറെ അടുത്ത് പോയി, എനിക്ക് മരുന്നൊക്കെ തന്നു, കഴിഞ്ഞില്ലേ, യെസ്. അപ്പൊ അത് സർവീസസും എൻ്റെ ആവശ്യത്തെ എന്ത് ചെയ്തു, സാറ്റിസ്ഫൈ ചെയ്തു. ഗുഡ്സും സർവീസും തമ്മിലുള്ള ഒരു വ്യത്യാസമുണ്ട്. എന്താണെന്നറിയോ, ഗുഡ്സ് ആർ ടാഞ്ചിബിൾ, കാണാം, തൊട്ടു നോക്കാം, ക്ലിയർ. ഗുഡ്സ് ആർ ടാഞ്ചിബിൾ വൈൽ സർവീസസ് ആർ നോൺ ടാഞ്ചിബിൾ. പക്ഷെ സർവീസസ് എന്താണ്, നോൺ ടാഞ്ചിബിൾ ആണ്, കാണാൻ കഴിയില്ല, തൊട്ടു നോക്കാൻ കഴിയില്ല, ഒന്നും ചെയ്യാൻ കഴിയില്ല കേട്ടോ. ഓക്കെ, നൗ ലെറ്റ് മീ കമോഡിറ്റീസ്. നമ്മൾ സാധാരണ എക്കണോമിക്സിൽ ഗുഡ്സ്, കമോഡിറ്റീസ് എന്നൊക്കെ പറയാറുണ്ട്. കമോഡിറ്റീസ് എന്ന് പറയുന്നത് ഈ സാധനങ്ങൾ, ഗുഡ്സ്, സർവീസസ് ഫോർ ദ സെയിൽ ഇൻ ദ മാർക്കറ്റ്, മാർക്കറ്റിലേക്ക് വിൽക്കാൻ എത്തിക്കഴിഞ്ഞാൽ ആ സാധനങ്ങളെ നമ്മൾ എന്ത് വിളിക്കും, വി കോൾ ഇറ്റ് ആസ് കമോഡിറ്റീസ്. അപ്പൊ ഗുഡ്സ് എന്ന് പറയുന്നത് സർവീസസിൽ, ഗുഡ്സും സർവീസസ് എന്ന് പറയുന്നത് ഉണ്ടാക്കി വെച്ച സമയത്ത് നമ്മൾ അതിനെ ഗുഡ്സ് എന്നൊക്കെ വിളിക്കും. പക്ഷെ ആ സാധനം മാർക്കറ്റിൽ വിൽക്കാൻ റെഡി ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ വി കോൾ ഇറ്റ് ആസ് വാട്ട്, കമോഡിറ്റീസ്. യെസ് പ്രിയ മിസ്സേ, എന്താണ്, വാട്ട് ഹാപ്പൻ, ക്യാൻ യു സീ ദിസ്, ഇത് കാണുന്നുണ്ടോ? ഈ പറയുന്ന ഗുഡ്സും നമ്മൾ ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷനിലേക്ക് വലിഞ്ഞു കയറിയിട്ടേ ഉള്ളൂ കേട്ടോ, തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇൻട്രൊഡക്ഷൻ പാർട്ടിലേക്ക് എത്തിയിട്ടേ ഉള്ളൂ നാഷണൽ ഇൻകം എന്നൊക്കെ പറയുന്നത്. യെസ്, ഓക്കെ. Now comes consumer goods. നമ്മൾ ചില ടേംസിന്റെ മീനിങ് ആണ് മക്കളെ പഠിക്കുന്നത് കേട്ടാ. യെസ്, മിന്നായം പോലെ കാണാം, ഫുൾ പച്ചയാ, ഭയങ്കര ഇതായിട്ടാ. ഓക്കെ, പച്ച കളർ വളരെ നല്ലതാണ് കേട്ടോ, കണ്ണിനൊക്കെ കുളിർമ കിട്ടുന്ന. ഓക്കെ, കുറച്ച് കഴിഞ്ഞാൽ പച്ച കളർ ഉണ്ടാവില്ല കേട്ടോ. നോക്കാം, കൺസ്യൂമർ ഗുഡ്സ് ആർ ദ ഗുഡ്സ് യൂസ്ഡ് ഫോർ കൺസംഷൻ. കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ എന്താണ്, കൺസ്യൂമർ ഗുഡ്. ലാഗ് ആവുന്നുണ്ടോ? അയ്യോ, ഇപ്പം വരും, ഇപ്പം ശരിയാവും കേട്ടോ. ഓക്കെ, കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഗുഡ്സ് വിച്ച് ആർ യൂസ്ഡ് ഫോർ കൺസംഷൻ, നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ, അതാണ് എന്ത്, കൺസംഷൻ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ. നമ്മൾ ഇപ്പൊ ബിരിയാണി കഴിക്കുന്നു, ഓക്കെ, ബിരിയാണി ഈസ് എ കൺസംഷൻ, ഒരു ഗുഡാണ്. പക്ഷെ നമ്മളത് കഴിക്കുന്ന ആ പ്രോസസ് ഈസ് നോൺ ആസ് കൺസംഷൻ കേട്ടോ. എക്സാമ്പിൾ, ഫുഡ് ഐറ്റംസ്, ക്ലോത്ത്, ഇതൊക്കെ എന്താണ്, കൺസംഷൻ ഗുഡ്സിന്, കൺസ്യൂമർ ഗുഡ്സിന് എന്താണ്, എക്സാമ്പിൾ ആണ്. നമ്മൾ നമ്മുടെ ആവശ്യത്തെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ കഴിക്കുന്ന ഉപയോഗിക്കുന്ന വസ്തുക്കളൊക്കെ എന്താണ്, കഴിക്കുന്നത് മാത്രമല്ല, ഡ്രസ് ഇടുന്നു, വി ഗോട്ട് സാറ്റിസ്ഫാക്ഷൻ അല്ലേ, അതും എന്ത് തന്നെയാണ്, കൺസംഷൻ ആണ്, അതും നമ്മുടെ കൺസ്യൂമർ ഗുഡ്സ് ആണ്. അപ്പൊ കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ വിച്ച് ആർ യൂസ്ഡ് ഫോർ കൺസംഷൻ ആണ് കൺസ്യൂമർ ഗുഡ്സ്. അതിൽ ഈ സാധനങ്ങളൊക്കെ വരും, നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും എന്ത് തന്നെയാണ്, കൺസംഷൻ ഗുഡ്സ് ആണ്. ഈ കൺസംഷൻ ഗുഡ്സ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, വി ഗെറ്റ് സാറ്റിസ്ഫാക്ഷൻ, ഹായ്, സമാധാനം കിട്ടും കേട്ടോ. ഓക്കെ, നൗ കംസ് ദ നെക്സ്റ്റ് വൺ, ക്യാപിറ്റൽ ഗുഡ്സ്. കൺസംഷൻ ഗുഡ്സ് കഴിഞ്ഞു, ഇനി അടുത്തതാണ് ക്യാപിറ്റൽ. മക്കളെ, ഇത് പഠിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, ഇതിന്റെ ടേംസ് നോക്കിയാൽ നിങ്ങൾക്ക് അതിന്റെ ആൻസർ കിട്ടും കേട്ടോ. ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ അത് മെഷീൻസ്, ബിൽഡിങ്സ്, എക്യുപ്മെന്റ്സ്, ഇതൊക്കെയാണ് എന്ത്, ക്യാപിറ്റൽ ഗുഡ്സ്. സോറി, സാരമില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പൊ ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ മെഷീൻസും ബിൽഡിങ്സും എക്യുപ്മെന്റ്സും ഇതൊക്കെയാണ് എന്ത്, ക്യാപിറ്റൽ ഗുഡ്സ്. ദേ ഹെൽപ്പ് ഇൻ പ്രൊഡക്ഷൻ, വെരി ഗുഡ്, ദേ ഹെൽപ്പ് ഇൻ വാട്ട്, പ്രൊഡക്ഷനെ നമ്മളെ സഹായിക്കും. നമുക്കൊരു എന്തെങ്കിലും സാധനം ഉണ്ടാക്കണമെങ്കിൽ വി നീഡ് മെഷീൻസ് വേണ്ടേ, വി നീഡ് ബിൽഡിംഗ് എക്യുപ്മെന്റ്സ് വേണം. അപ്പോൾ ഇത് ഫിക്സഡ് ആണ്. യെസ്, അപ്പം ഇത് പ്രൊഡക്ഷനെ സഹായിക്കുന്ന സാധനങ്ങളൊക്കെ എന്താണ് മക്കളെ, ക്യാപിറ്റൽ ഗുഡ്സ് ആണ്. മാത്രമല്ല ഇത് നമുക്ക് എന്താണ് മക്കളെ,
അസെറ്റ് അല്ലേ, അസറ്റും കൂടിയാണ്. ഓക്കെ, നൗ നെക്സ്റ്റ് വൺ ഫൈനൽ ഗുഡ്, ഇന്റർമീഡിയറ്റ് ഗുഡ്. ഓക്കെ, അടുത്താണ് എന്ത്, ഫൈനൽ ഗുഡ് ആൻഡ് ഇന്റർമീഡിയറ്റ് ഗുഡ്. അപ്പൊ ടേം ശ്രദ്ധിച്ചോളൂ, ഫൈനൽ ഗുഡ് യൂസ്ഡ് ഫോർ ഫൈനൽ കൺസംഷൻ. യെസ്, വെരി ഗുഡ്. അതായത് ഫൈനൽ ഗുഡ് എന്ന് പറയുന്നത് ഫൈനൽ കൺസംഷന് വേണ്ടി ഉപയോഗിക്കുന്നു. ആൻഡ് ഇറ്റ് വിൽ നോട്ട് ഗോ ഫോർ എനി അതർ പ്രോസസ്, വേറൊരു പ്രോസസ്സിലേക്ക് അതിന് പോണ്ട. ക്ലിയർ? ഇപ്പോൾ ഞാൻ ചപ്പാത്തി വാങ്ങിച്ചു, കഴിച്ചു കേട്ടോ. അപ്പോൾ ചപ്പാത്തി ഈസ് എ ഫൈനൽ ഗുഡ് ഫോർ മീ. അപ്പൊ ചപ്പാത്തി എന്ന് പറയുന്ന സാധനം എന്താണ്, ഫൈനൽ ഗുഡ് ആണ്. ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഫൈനൽ കൺസംഷൻ. നേരെ മറിച്ച് ഇന്റർമീഡിയറ്റ് ഗുഡ്സ്, ഇന്റർമീഡിയറ്റ് നടുക്ക്, intermediate goods are the goods which are used for making other commodities. Okay, what happened Niranju? Kausu, I am going friend. Where are you going Niranju? Sit there. Okay, intermediate goods എന്ന് പറഞ്ഞാൽ goods for the production of other goods, വേറെ സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കും. നോക്കിയേ, അതാണ് നമ്മുടെ ഇന്റർമീഡിയറ്റ് ഗുഡ്സ്. സപ്പോസ് റബ്ബർ എന്ന് പറയുന്ന ഒരു ഇന്റർമീഡിയറ്റ് ഗുഡ്സാ. റബ്ബർ ഉപയോഗിച്ച് നമ്മൾ എന്തുണ്ടാക്കുന്നു, വി മേക്ക് ടയർ അല്ലെ, നമ്മൾ ടയർ ഉണ്ടാക്കുന്നു. അപ്പൊ ടയർ എന്ന് പറയുന്നത് എന്താണ്, ഫൈനൽ ഗുഡ് ആണ്. പക്ഷെ ഈ ടയർ ഉണ്ടാക്കാൻ ആവശ്യമായ റബ്ബർ ഈസ് ഇന്റർമീഡിയറ്റ് ഗുഡ്സ് ആണ്. കണ്ടോ? അപ്പൊ ഈ എക്സാമ്പിൾ ബി ലൈക്ക് യെസ്, ചപ്പാത്തി, അംബ്രല്ല, പുട്ട്, സോപ്പ്. യെസ് യെസ്, ലാസ്റ്റ് ഞാനൊന്ന് മാറ്റി പിടിച്ചായിരുന്നോ, ഏത് ഹോർലിക്സ് പിടിച്ചായിരുന്നോ, ഓർമ്മയില്ലേ? കറക്റ്റ്. ഓക്കെ, അപ്പൊ ഓർമ്മയുണ്ട്, ക്രോണോസ് മൈ സൺ. ഓക്കെ, അപ്പൊ നോക്കിയേ, റബ്ബർ എന്ന് പറയുന്ന ഇന്റർമീഡിയറ്റ് ഗുഡ് ആണ്. റബ്ബർ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന സാധനം എന്താണ്, ഫൈനൽ ഗുഡ് ആണ്. അതേപോലുള്ള എക്സാമ്പിൾസ് പരീക്ഷയ്ക്ക് ചോദിക്കും കേട്ടോ. സപ്പോസ് വുഡ്, മരം എന്ന് പറയുന്നത് എന്താണ്, ഇന്റർമീഡിയറ്റ് ഗുഡാ. ഈ മരം ഉപയോഗിച്ച് ബെഞ്ചും ഡെസ്കും ഉണ്ടാക്കി എന്ന് വിചാരിക്കാം. ഈ ബെഞ്ചസ് ആൻഡ് ഡെസ്ക് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് വിൽ ബിക്കം എ ഫൈനൽ ഗുഡ് അല്ലേ. പക്ഷേ അത് ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിച്ച വുഡ് എന്ന് പറഞ്ഞാൽ എന്താ, മരം കേട്ടോ. ഈ വുഡ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഇന്റർമീഡിയറ്റ് ഗുഡ് ആണ്. ക്ലിയർ? അപ്പൊ എക്സാമ്പിൾ ചോദിച്ചാൽ മക്കൾക്ക് എഴുതാൻ കഴിയണം. വുഡ്, ഇന്റർമീഡിയറ്റ് ഗുഡ്. നമുക്ക് ഇങ്ങനെ കോമയിട്ട് ചെന്ന് കഴിഞ്ഞാൽ വിച്ച് വൺ ഈസ് ഫൈനൽ ഗുഡ്, വിച്ച് വൺ ഈസ് ഇന്റർമീഡിയറ്റ് ഗുഡ് എന്ന് ചോദിക്കണം. ചപ്പാത്തി, വെരി ഗുഡ്. ചപ്പാത്തി പരത്തി ഒക്കെ ഉണ്ടാക്കി നമ്മുടെ ടേബിളിന്റെ പുറത്ത് എത്തിച്ചു കഴിഞ്ഞാൽ ചപ്പാത്തി വിൽ ബിക്കം ഫൈനൽ ഗുഡ്. പക്ഷെ ഇതിന്റെ മാവ് കുഴച്ച് അടുക്കളയിൽ വെച്ചിരുന്നാൽ ഇറ്റ് വിൽ ബിക്കം ഇന്റർമീഡിയറ്റ് ഗുഡ് അല്ലേ. അതാണ് ചപ്പാത്തിയുടെ കഥ കേട്ടോ. ഓക്കെ, നൗ കംസ് ദ നെക്സ്റ്റ് വൺ, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഫാക്ടർ റിവാർഡ്സ്. മക്കളെ, കറക്റ്റ്. നോക്കിയേ, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഫാക്ടർ റിവാർഡ്സ് ആണ്. നമ്മൾ അത് അറിയണം കേട്ടോ. എന്താണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ? നമുക്ക് ഏതൊരു സാധനം ഉണ്ടാക്കണമെങ്കിലും നമുക്ക് എന്ത് വേണം, 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് വേണം. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ. വിട്ടില്ല മോളെ പ്രിയ, വരും കേട്ടോ. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ, ഇതാണ് നമ്മുടെ 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കും. ലാൻഡ്, ലേബർ ഒക്കെ ഉപയോഗിച്ച് നമ്മൾ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ വെറുതെ ഇവരെ പിടിച്ചിരുത്തിയാൽ പോരാ. ഇവർക്കൊക്കെ മക്കളെ നമ്മൾ എന്ത് കൊടുക്കണം, പ്രതിഫലം കൊടുക്കണം. ജോലി ചെയ്താൽ പൈസ കൊടുക്കണ്ടേ, കൊടുക്കണം. ഇവർക്ക് കിട്ടുന്നത് റെന്റാ. ലാൻഡിന് കിട്ടുന്ന റെമ്യൂണറേഷൻ എന്താണ്, റെന്റ്. ലേബറിന് കിട്ടുന്ന എന്താണ്, വേജസ് അല്ലെങ്കിൽ സാലറി, ഷോർട്ടാണ് കേട്ടോ. ക്യാപിറ്റലിന് കിട്ടുന്ന എന്താണ്, ഇൻട്രസ്റ്റ്. വെരി ഗുഡ്, അവിടെ പറഞ്ഞു കഴിഞ്ഞു. ഓർഗനൈസർക്ക് എന്ത് കിട്ടണം, പ്രോഫിറ്റ്. കണ്ടോ? അപ്പം ഇവരാണ് 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അവർക്ക് കിട്ടുന്ന റെമ്യൂണറേഷൻ ആണ്. ചുമ്മാ പണി ചെയ്ത് തരൂല, അതിനൊക്കെ എന്ത് കൊടുക്കണം, റിവാർഡ്സ് കൊടുക്കണം. വെരി ഗുഡ് ക്രോണോസ്, യെസ് കറക്റ്റ്, അത് തന്നെയാണ് കേട്ടോ. ഇതാണ് ഡിഫറെന്റ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ചാടി കയറി എഴുതിക്കൊള്ളണം, വാട്ട് ആർ ദ ഡിഫറെന്റ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഇത് പരീക്ഷയ്ക്ക് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇങ്ങനെ ഒരു കോളം തരും. സിമ്പിൾ ആണ്, 2 മാർക്കിനോ ഒക്കെ ഉണ്ടാവും ചിലപ്പോൾ കേട്ടോ. ഇങ്ങനെ മക്കളെ കോളം തരും, 1 2 3 4 ഇങ്ങനെ തന്നിട്ട് ഇവിടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ തരും. ഓക്കെ, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഇവിടെ റിവാർഡ്സ് എന്ന് തരും, പ്രതിഫലം. ഓക്കെ, റിവാർഡ്സ്. എന്നിട്ട് ഇവിടെ ലാൻഡ്, ലേബർ. ഓക്കെ, then comes capital. Okay, then come organizer or we call it as entrepreneur. Okay, ഇങ്ങനെ തരും. അപ്പൊ നിങ്ങളോട് ഇവിടെ റിവാർഡ്സ് ഫില്ല് ചെയ്യണം അല്ലേ. നമ്മൾ റിവാർഡ്സ് ഇവിടെ കറക്റ്റ് ഫില്ല് ചെയ്യണം കേട്ടോ.
ലാൻഡിന് കൊടുക്കുന്നത് റെന്റ്, ലേബറിന് കൊടുക്കുന്നത് വേജസ് ഓർ സാലറി. എസ് ആണ് കേട്ടോ, സാലറി ആണേ, ഇനിയിപ്പോൾ അത് വേറെയാന്ന് വിചാരിക്കുമോ. ഓക്കെ, സാലറി. ഓക്കെ, ഇതിന് കൊടുക്കുന്നത് എന്താണ്? ഇൻട്രസ്റ്റ്. ഇതിന് കൊടുക്കുന്നതാണ് എന്ത്? പ്രോഫിറ്റ്. കണ്ടോ, ഇങ്ങനെ ചോദിക്കും പരീക്ഷയ്ക്ക് മക്കളെ 2 മാർക്കിന് കേട്ടോ, മറന്നു പോവരുത്. ത്രൂ ഔട്ട് ഈ ചാപ്റ്ററിൽ നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ ആവശ്യമുണ്ട്. ഓക്കെ, now comes the next one, stock and flow variable. Yes, this is also very important, stock and flow variable. ഇതും പരീക്ഷയ്ക്ക് 2 മാർക്കിന് അല്ലെങ്കിൽ ചോദിക്കും. വാട്ട് ആർ വേരിയബിൾ? യെസ്, എന്താണ് സ്റ്റോക്ക് ആൻഡ് ഫ്ലോ വേരിയബിൾ എന്ന് പരീക്ഷയ്ക്ക് എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും കേട്ടോ. നോക്കിയേ മക്കളെ, സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ദ ക്വാണ്ടിറ്റി ദാറ്റ് ക്യാൻ ബി മെഷേർഡ് അറ്റ് എ പോയിന്റ് ഓഫ് ടൈം. നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. യെസ്, സ്റ്റോക്ക് ഈസ് എ സ്റ്റാറ്റിക് കൺസെപ്റ്റ് ആണ്, ഫ്ലോ ഈസ് എ ഡൈനാമിക് കൺസെപ്റ്റ് ആണ്, ചേഞ്ച് ചെയ്യും. നേരെ മറിച്ച് ഫ്ലോ എന്ന് പറയുന്നത് ഡ്യൂറിങ് എ പീരിയഡ് ഓഫ് ടൈം, ഒരു പെർട്ടിക്കുലർ കാലയളവ് ഉണ്ട് അതിന്, ഒരു പെർട്ടിക്കുലർ ടൈം മൂമെന്റിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല, ഒരു കുറച്ച് സമയം എടുത്തുകൊണ്ട് വി ക്യാൻ മെഷർ ഇറ്റ്. ഓക്കെ, നോക്കിയേ, ഇവിടെ നോ ടൈം ഡയമെൻഷൻ, പക്ഷെ ഇവിടെ എന്തുണ്ട്? ടൈം ഡയമെൻഷൻ ഉണ്ട്. എക്സാമ്പിൾ, വാട്ടർ ഇൻ എ ടാങ്ക്. ഒരു ടാങ്കിലുള്ള വെള്ളം സ്റ്റോക്കാണ്, നമുക്ക് മെഷർ ചെയ്യാലോ. പക്ഷേ വാട്ടർ ഇൻ എ റിവർ എന്ന് പറഞ്ഞ ഫ്ലോ വേരിയബിൾ ആണ്. ഓക്കെ, വാട്ടർ ഇൻ എ ടാങ്ക് ഉണ്ട്, വാട്ടർ ഇൻ എ റിവർ. അതേപോലെ വെൽത്ത്, ക്യാപിറ്റൽ, ഇൻവെന്ററീസ്, മണി സപ്ലൈ, ഡിസ്റ്റൻസ്, ഇതൊക്കെ എന്താണ്? സ്റ്റോക്ക് വേരിയബിൾ ആണ്. ഇതൊക്കെ നമുക്ക് മെഷർ ചെയ്യാം. എപ്പം? ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിൽ വി ക്യാൻ മെഷർ ഇറ്റ്. ഓക്കെ, ക്രോണോസ് ക്രോണോസ് മാത്രമാണ് ജിഷ മിസ്സിനെ സപ്പോർട്ട് ചെയ്ത്. ലൈക്ക് ചെയ്യൂ ഗൈസ്. യെസ്, ഞാൻ അത് മറന്നേ പോയി. ഇവിടെ ഞാൻ സ്റ്റോക്കും ഫ്ലോയും തലയിൽ കയറിയിട്ട് അതിൻ്റെ ഇതിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പൊ നമ്മുടെ ക്രോണോസ് കുട്ടം പറഞ്ഞോ ലൈക്ക് ചെയ്യൂ. യെസ്, ലൈക്ക് ചെയ്യൂ. ഓക്കെ, now here flow variable, see it flow has time dimension. ഒരു കാലയളവുണ്ട് മക്കളെ. ഇൻകം, വരുമാനം ചിലപ്പോൾ ആഴ്ചയിലായിരിക്കും, മാസത്തിലായിരിക്കും, അല്ലേ? രോഹിത്, ഗുഡ് ഈവനിങ് ടീച്ചർ, ഞാൻ ലേറ്റ് ആയി. അയ്യോടാ, എവിടെ പോയി? കത്രിക. അയ്യോ, ആദിത്യൻ ലൈക്ക് അടിച്ചോ? വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, then ഇൻവെസ്റ്റ്മെന്റ്, ചേഞ്ച് ഇൻ ഇൻവെന്ററി. ചേഞ്ച് എന്നുള്ളത് കണ്ടാൽ തന്നെ എഴുതിക്കോളൂ, അതെന്താണ്? ഫ്ലോയാ. ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ അത് ഫ്ലോ അല്ലേ? അതേപോലെ ചേഞ്ച് ഇൻ മണി സപ്ലൈ, സ്പീഡ്, ഇതൊക്കെ ഫ്ലോ വേരിയബിൾസ് ആണ്. ഇത് പരീക്ഷയ്ക്ക് ഇനി എങ്ങനെ ചോദിക്കുന്നതാണ് ക്വസ്റ്റ്യൻ. ചിലപ്പോൾ മക്കളെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ. ഞാൻ അതും കൂടെ പറഞ്ഞുതരാം. എങ്ങനെയാ ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ സ്റ്റോക്ക് ആൻഡ് ഫ്ലോ വേരിയബിൾ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ സ്റ്റോക്ക് ആൻഡ് ഫ്ലോ വേരിയബിൾ എന്ന് ചോദിക്കുമ്പോൾ നിൽക്കൂ. അങ്ങനെ പറയുമ്പോൾ യു ജസ്റ്റ് റൈറ്റ് ദ മീനിങ് ഓഫ് സ്റ്റോക്ക് വേരിയബിൾ ആൻഡ് ആഫ്റ്റർ ദാറ്റ് യു റൈറ്റ് ദ മീനിങ് ഓഫ് ഫ്ലോ വേരിയബിൾ. 2 മാർക്കിനാണെങ്കിൽ ദാറ്റ്സ് ഇനഫ്. അയ്യോ, മറന്നുപോയോ? നിങ്ങൾക്ക് എപ്പോഴും ലൈവ് 7 മണിക്കാണ് കേട്ടോ. അപ്പൊ ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും. ഇങ്ങനെ 2 മാർക്കിനാണെങ്കിൽ ഇങ്ങനെയേ ചോദിക്കുള്ളൂ. അണ്ടർസ്റ്റുഡ്? ഇനി മക്കളെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് വേറെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ വേരിയബിൾസ് ഇങ്ങനെ കോമയിട്ട് തരും. അതായത് ഇപ്പൊ വാട്ടർ ഇൻ എ ടാങ്ക് കണ്ടോ, സ്പീഡ്. ഓക്കെ, അതേപോലെ ചേഞ്ച് ഇൻ മണി സപ്ലൈ. ഓക്കെ, ചേഞ്ച് ഇൻ മണി സപ്ലൈ ഇങ്ങനെയൊക്കെ തന്നിട്ട് അവർ പറയും ക്ലാസിഫൈ ദം ഇൻ ടു സ്റ്റോക്ക് ആൻഡ് ഫ്ലോ വേരിയബിൾ എന്നായിരിക്കും കേട്ടോ. അങ്ങനെയാണ്. ഞാൻ പോയി ഒരാളെ വിളിച്ചിട്ട് വരാം. ആരെയാണാവോ? ഹു ഈസ് അവർ ഗസ്റ്റ്? ആരാണ് നമ്മുടെ ഇന്നത്തെ അതിഥി? നസുക്കോ? ആരാണാവോ? ഓക്കെ, ചിലപ്പോൾ അങ്ങനെയായിരിക്കും. വേരിയബിൾസ് തന്നിട്ട് മക്കളെ അത് സ്റ്റോക്ക് ആണോ അത് ഫ്ലോ ആണോ എന്നായിരിക്കും ചിലപ്പം പരീക്ഷയ്ക്ക് ഉണ്ടാവുക. അങ്ങനെ വരുന്ന സമയത്ത് മക്കൾ എന്ത് ചെയ്യുന്നറിയോ? ഇതങ്ങോട്ട് പഠിക്കുക. ഇത് തന്നെയാണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. നോക്ക്, വെൽത്ത്, ക്യാപിറ്റൽ, ഇൻവെന്ററീസ്, മണി സപ്ലൈ, ഡിസ്റ്റൻസ്, ഇതൊക്കെ സ്റ്റോക്കും. ഈ ചേഞ്ച് അതായത് ഇൻകം, ഇൻവെസ്റ്റ്മെന്റ്, ഇതൊക്കെ സ്പീഡ്, ഇതൊക്കെ എന്താണ്? യെസ്, ഇതൊക്കെ ഫ്ലോ വേരിയബിൾ ആണ് കേട്ടോ. ഓക്കെ, now comes the next topic, depreciation. ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് എന്താണാവോ? പിന്നെയും വന്നു പച്ച. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ തേയ്മാനമാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പം ഒരു ഹവായി ചപ്പൽ, ഇപ്പം അതൊന്നും ഇല്ലെന്ന് തോന്നുന്നു അല്ലേ? ഹവായി ചപ്പൽ വാങ്ങിക്കഴിഞ്ഞ് കുറേ കഴിയുമ്പോൾ അതിനെന്ത് സംഭവിക്കും? വെരി ഗുഡ്. അതിനെന്ത് സംഭവിക്കും? അതിനൊന്നും സംഭവിക്കൂലേ? അതിന് സംഭവിക്കും എന്ത്? വിയർ ആൻഡ് ടിയർ. അത് തേഞ്ഞ് തരിപ്പണമാവില്ലേ? അത് വിയർ ആൻഡ് ടിയർ സംഭവിക്കും. ലോസ് ഓഫ് വാല്യൂ. നമ്മളിത് വാങ്ങിക്കുമ്പം 250 രൂപ കൊടുത്ത് വാങ്ങിയ സാധനം
എന്നിട്ട് ഒരു കൊല്ലം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് വിൽക്കാൻ പോയി കഴിഞ്ഞാൽ ഈ ഹവായി ചപ്പൽ വിൽക്കാൻ പോയി കഴിഞ്ഞാൽ 250 രൂപ തരുമോ? ആ തേഞ്ഞ സാധനത്തിന് ആരെങ്കിലും തരുമോ? ഇല്ല. അതിൻ്റെ മൂല്യം കുറയും, അതിന് ഒരു പൈസയും കിട്ടില്ല കേട്ടോ. അപ്പം അതാണ് നമ്മുടെ എന്ത് ഡിപ്രീസിയേഷൻ, സെക്കൻഡ് ഹാൻഡ്. അത് നോക്ക്, ചെരുപ്പിൻ്റെ കാര്യം ഞാൻ എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ഉദാഹരണത്തിന് ടേക്ക് എക്സാമ്പിൾ, നമ്മളൊരു കാറ്, യെസ് ക്രോണോസ്, ഒരു കാറ് വാങ്ങിച്ചു, പുതിയ കാറാണ്, ഒരു 5 കൊല്ലം ഉപയോഗിച്ച് കഴിഞ്ഞു, ഒരു 10 lakhsന് നമ്മൾ വാങ്ങിച്ച കാറാണ് കേട്ടോ. 5 കൊല്ലം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമുക്കത് മറക്കണം, അപ്പം നമ്മൾ വിൽക്കാൻ പോവുക. 10 ലക്ഷം രൂപ തന്നെ കിട്ടുമോ? കിട്ടമാട്ടെ. അതിൻ്റെ വില എന്ത് ചെയ്യും? കുറയും. അതിന് ചിലപ്പോൾ 2-3 ലക്ഷമൊക്കെ കിട്ടുള്ളൂ. കാരണം അതിന് ആ കാറിന് എന്ത് സംഭവിച്ചു? ടിയർ ആൻഡ് വിയർ, തേയ്മാനം സംഭവിച്ചു. 6 lakh കിട്ടുന്നു. ഓക്കെ ആദിത്യ, 6 lakh കിട്ടുകയാണെങ്കിൽ ലക്കാണ് കേട്ടോ, വാങ്ങിച്ചോളൂ. Then the loss of value of capital asset due to normal wear and tear. അപ്പോൾ ആലോചിക്കുക, ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇതിൻ്റെ എന്താണ്, അസറ്റിന് എന്ത് സംഭവിക്കുന്നതാണ്? ടിയർ ആൻഡ് വിയർ സംഭവിക്കുന്നതാണ്. ഒരു ലോസ് ഓഫ് വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റിന് എന്ത് സംഭവിക്കുന്നതാണ്? തേയ്മാനം സംഭവിക്കും. ക്ലിയർ? അതാണ് നമ്മുടെ എന്ത്, നമ്മുടെ ഡിപ്രീസിയേഷൻ. മക്കളെ, ഇതിന് വിളിക്കുന്ന വേറൊരു പേരുണ്ട്. എന്താണത്? കൺസംഷൻ ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ. കേട്ടോ, കൺസംഷൻ ഓഫ് വാട്ട്? ഫിക്സഡ് ക്യാപിറ്റൽ എന്നും ഇതിനെ വിളിക്കാറുണ്ട്. ക്യാപിറ്റാന്നേ ഉള്ളൂ, ക്യാപിറ്റൽ. ഓക്കെ, കൺസംഷൻ ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ. മറന്നു പോകണ്ട. ഡിപ്രീസിയേഷൻ, ടിയർ ആൻഡ് വിയർ, കൺസംഷൻ ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ, എന്തായാലും സംഭവം ഇത് തന്നെയാണ് കേട്ടോ. അതായത് നമ്മുടെ ഫിക്സഡ് അസറ്റിന് എന്ത് സംഭവിക്കുക? തേയ്മാനം സംഭവിക്കുന്നു. ഇപ്പോൾ നമ്മളൊരു മിക്സി വാങ്ങിച്ചു കഴിഞ്ഞു, ആദ്യത്തെ കുറച്ച് മാസങ്ങളിലൊക്കെ നല്ല വർക്കിംഗ് കണ്ടീഷനാണ്, നല്ല സൗണ്ടൊക്കെ ആയിരിക്കും. കുറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ ഇതിന് സൗണ്ടൊക്കെ എന്ത് ചെയ്യും? മാറാൻ തുടങ്ങും. കാരണം അതിന് എന്തൊക്കെയോ പ്രശ്നം പറ്റി, അതിൻ്റെ മെഷീനൊക്കെ ചിലപ്പോൾ കേടായി പോയിണ്ടാവും, നട്ടും ബോൾട്ടൊക്കെ ചിലപ്പോൾ തീർന്നിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ നമുക്ക് ഡിപ്രീസിയേഷൻ സംഭവിക്കും. എല്ലാവർക്കും സംഭവിക്കും മക്കളെ. കുറേ കഴിയുമ്പോൾ ഏജ്ഡ് ആയ ആൾക്ക് കണ്ടില്ലേ, മുട്ടുവേദന ഉണ്ടാവും, നടക്കാൻ പറ്റാണ്ടൊക്കെ ആവില്ലേ? ഡിപ്രീസിയേഷൻ അത് തന്നെയാണ്. Then it is gross value. എങ്ങനെയാണ് ഡിപ്രീസിയേഷൻ കാണുക എന്നറിയോ? ഗ്രോസ് വാല്യൂ മൈനസ് നെറ്റ് വാല്യൂ. കണ്ടോ, ഇപ്പം ഗ്രോസ് വാല്യൂ, നമ്മളൊരു കാറിൻ്റെ വില മൊത്തം 10 ആയിരുന്നു, പക്ഷെ അതിൻ്റെ നെറ്റ് വാല്യൂ 6 ആണ് എങ്കിൽ 4 ആണ് നമ്മുടെ ഡിപ്രീസിയേഷൻ അല്ലേ? ഇതാണ് ഡിപ്രീസിയേഷൻ. Now comes gross investment, net investment. ഇതൊക്കെ മക്കളെ ചില ടേംസ് ആണ്. നമ്മുടെ ജസ്റ്റ് സ്മൈൽ, നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലുള്ള കുറച്ച് ടേംസുകളാണ്. നമ്മൾ നാഷണൽ ഇൻകം അക്കൗണ്ടിങ് ആണ് പഠിക്കുന്നത്. അപ്പോൾ ഇതിൽ ടേംസ് എന്ന് പറയുന്നത് കുറച്ചൊരു വ്യത്യാസം ഉണ്ടാവും കേട്ടോ. കുഴപ്പമില്ല, ഇതിങ്ങനെ ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റ്, നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നൊക്കെ കുറച്ച് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. നോക്കിയേ, ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ്, ഗ്രോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൊത്തം കേട്ടോ. ഇറ്റ് ഈസ് ദ ഗ്രോസ് ക്യാപിറ്റൽ അസറ്റ് ഇൻ ആൻ അക്കൗണ്ടിങ് ഇയർ. നമ്മുടെ കയ്യിലുള്ള മൊത്തം ക്യാപിറ്റൽ അസറ്റിന്റെ മിസ്സും ടിയർ ആൻഡ് വിയർ. യെസ്, ചുമ്മാ ഒരു രസം. ഓക്കെ, അതായത് ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഗ്രോസ് ക്യാപിറ്റൽ അസറ്റ് ഇൻ ആൻ അക്കൗണ്ടിങ് ഇയർ. ഒരു വർഷം നമ്മുടെ അടുത്തുള്ള എല്ലാ അസറ്റിനെയും വിളിക്കുന്നതാണ് ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് മൈനസ് ഡിപ്രീസിയേഷൻ. ഇത് കണ്ടോ, ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റിന് എന്ത് കുറയ്ക്കുക? ഡിപ്രീസിയേഷൻ കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് ഇൻവെസ്റ്റ്മെന്റ്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. യെസ്, ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റിന് എന്ത് കുറയ്ക്കുമ്പോഴാണ്? നെറ്റ്. എന്ത് കുറയ്ക്കുമ്പോഴാണ് മക്കളെ? നെറ്റ്. ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റിന് എന്ത് കുറയ്ക്കണം? ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റിന് ഡിപ്രീസിയേഷൻ, ഡെപ്പ് എന്ന് എഴുതാം കേട്ടോ. ഡിപ്രീസിയേഷൻ കുറച്ചാൽ വി ഗെറ്റ് നെറ്റ്. നമുക്ക് എന്ത് കിട്ടും? നെറ്റ് കിട്ടും. ഗ്രോസ് മൊത്തത്തിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചാൽ വി ഗെറ്റ് വാട്ട്? നെറ്റ് വാല്യൂ. മറന്നു പോവരുത് കേട്ടോ. ഓക്കെ, ഇൻവെന്ററി, യെസ്, സ്റ്റോക്ക് തന്നെയാണ് കേട്ടോ. യെസ്, വരുന്നുണ്ട്, നമ്മൾ ഇൻവെന്ററി ഒക്കെ പഠിക്കും കേട്ടോ. നോക്കിയേ, നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. ഇവിടെ ഇനി അടുത്തൊരു സംഭവം വരുന്നുണ്ട്. നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. അതായത് എൻ്റെ അങ്കിള് അമേരിക്കയിലുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാണ്? എനിക്ക് അങ്കിള് പൈസ അയച്ചു തരിക, ഇങ്ങോട്ട് വരിക. നോക്ക്, ഫാക്ടർ ഇൻകം റിസീവ്ഡ് ബൈ ദ കൺട്രി ഫ്രം എബ്രോഡ്. അതായത് എനിക്ക് കിട്ടി, അവിടെ പോയിട്ട്
എൻ്റെ മാമൻ എനിക്ക് പൈസ അയച്ചു തന്നു, അതാണ് എനിക്ക് മറ്റ് രാജ്യത്ത് നിന്ന് കിട്ടിയത് അല്ലേ. ഫാക്ടർ ഇൻകം റിസീവ്ഡ് ബൈ ദ കൺട്രി ഫ്രം എബ്രോഡ്. ഓക്കെ, ഏതോ വിദേശത്തുള്ള ഒരാള് കാനഡയിൽ നിന്ന് ഇവിടെ വന്ന് ഇന്ത്യയിൽ വന്ന് ജോലി ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. ഇയാൾ എന്ത് ചെയ്യും? പണി ചെയ്തിട്ട് ഇതങ്ങോട്ട് കൊണ്ടുപോകും ഇല്ലേ. അപ്പൊ നമ്മൾ ഫാക്ടർ ഇൻകം പേയ്മെന്റ്സ് മെയ്ഡ് ബൈ ദാറ്റ് കൺട്രി ടു എബ്രോഡ് ഇൻ എ ഇയർ. അതായത് ഇങ്ങോട്ട് കിട്ടിയത് മൈനസ് അങ്ങോട്ട് കൊടുത്തത്. ക്ലിയർ? ഇപ്പൊ എ എന്നൊരാള് ഇങ്ങോട്ടേക്ക്, നമ്മുടെ രാജ്യത്തേക്കാണ്, ഇങ്ങോട്ടെന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയിലേക്ക് അയക്കാം, 15,000 രൂപ. ഓക്കെ, 15,000. ഓക്കെ, നമ്മുടെ ഇങ്ങോട്ടേക്ക് 15,000 രൂപ തന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, പക്ഷേ ബി എന്നൊരാള് ഇവിടെ നിന്ന് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് എടുത്ത് കാനഡയിലേക്ക് കൊണ്ടുപോയി എന്നിരിക്കുക. അത് എത്രയുണ്ടെന്ന് അറിയോ? 10,000 ആണ് അങ്ങോട്ട് പോയത്. ഇങ്ങോട്ട് വന്നത് 15,000 ആണ്, കൊണ്ടുപോയത് എത്രയാണ്? 10,000. അപ്പൊ ഈ 5,000ത്തിന്റെ ഡിഫറൻസ് ഇല്ലേ മക്കളെ? ഈ 5,000 ആണ് നമ്മുടെ എന്ത്? നെറ്റ് ഫാക്ടർ, NFIA ഷോർട്ട് ഫോം, നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്, NFIA എന്ന് പറയും. മനസ്സിലായോ? ഇൻവെന്ററി ഒക്കെ പഠിക്കും കേട്ടോ. അപ്പൊ ഇതാണ് നെറ്റ് ഫാക്ടർ ഇൻകം കാണാനുള്ള ഫോർമുല. ഫാക്ടർ ഇൻകം റിസീവ്ഡ് ഫ്രം എബ്രോഡ്, ഫാക്ടർ ഇൻകം പേയ്മെന്റ് ടു ദ എബ്രോഡ്. ഇങ്ങോട്ട് കിട്ടിയത് അങ്ങോട്ടേക്ക് എന്ത് ചെയ്തത്? കൊടുത്തത്. ക്ലിയർ? ക്ലിയർ? രോഹിത്തിന് മോനെ ഞാൻ പറഞ്ഞതാണോ മനസ്സിലായത്? നമ്മളെ ഏതാണ്ട് ഇതൊക്കെ മക്കളെ സ്റ്റാർട്ടിങ്ങും നമ്മൾ ഈ ചാപ്റ്ററിൽ അറിയേണ്ട ചില ടേംസും കാര്യങ്ങളുമാണ് കേട്ടോ. ഓക്കെ, നൗ നെക്സ്റ്റ് വൺ, നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. നെറ്റ് ഇതൊക്കെ ചില നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കാണാൻ എന്ത് ചെയ്താൽ മതി? ഇൻഡയറക്റ്റ് ടാക്സ്, ഓക്കെ, മൈനസ് സബ്സിഡി. മക്കളെ ഇത് പരീക്ഷയ്ക്ക് ചിലപ്പം 1 വേർഡ് ചോദിക്കും. അതായത് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കാണാനുള്ള ഫോർമുല, നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് സബ്സിഡി. ഇപ്പൊ ഇൻഡയറക്റ്റ് ടാക്സ് 1000 ആണ്, സബ്സിഡി 100 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എത്രയാണ്? 900. ഇതാണ് നമ്മുടെ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. മക്കളെ ഈ ഫോർമുലയാണ് പഠിക്കേണ്ടത്. ഓക്കെ, ഇൻഡയറക്റ്റ് ടാക്സ് എൻ്റെ പൊന്നു മോനെ, ഇതൊരു മാർക്കിനാ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് കേട്ടോ. ഇതിനകത്ത് ഈ ചാപ്റ്ററിന് 8 മാർക്കിന്റെ എസ്സേ ഉണ്ട്. യെസ്, 8 മാർക്കിന്റെ എസ്സേ ഉണ്ട്. അതിലേക്ക് മാം എത്തിയിട്ടില്ല. 8 മാർക്കിന്റെ എസ്സേ മാത്രമല്ല, ഇതിപ്പോ 1 മാർക്കിന് മാം ചോദിക്കും. നേരത്തെ മാം പറഞ്ഞു സ്റ്റോക്ക് ആൻഡ് ഫ്ലോ വേരിയബിൾ ചോദിക്കുന്നു. ഐ മീൻ ഇക്വേഷൻ. യെസ്, അല്ല ഇക്വേഷൻ ഇത് മാത്രമല്ല, ഇത് ഞാൻ പറഞ്ഞ ഫസ്റ്റ് ഇക്വേഷൻ ആണ്. ശ്രദ്ധിച്ചു വെച്ചോ, ഈ ഒരു ഇക്വേഷൻ പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ്. ഇനി അങ്ങോട്ടേക്ക് മാം പറയും ഇന്ന ഇക്വേഷൻ ആണ് വരുന്നതെന്ന് ചോദിക്കുകയെന്ന് കേട്ടോ. ഓക്കെ, നൗ നെക്സ്റ്റ് വൺ. ഇനി വലിയ ഒരു സംഭവമാണ് കേട്ടോ. ആ സംഭവം എന്താണെന്നറിയോ? സർക്കുലർ ഫ്ലോ ചാർട്ട്. നിങ്ങൾ സർക്കുലർ ഫ്ലോ ചാർട്ട് ഇൻ എ 2 സെക്ടർ ഇക്കോണമി, ഇൻ എ 2 സെക്ടർ. നിങ്ങളിത് പഠിച്ചിട്ടുണ്ടോ? സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവില്ലേ? 2 സെക്ടർ ഇക്കോണമി. യെസ്, ജസ്റ്റ് സ്മൈൽ. ടോട്ടൽ 8 ഇക്വേഷൻ ഇല്ലേ മിസ്? 8 ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, സർക്കുലർ ഫ്ലോ ചാർട്ട്, ജസ്റ്റ് സ്മൈൽ. യെസ്, വെരി ആക്റ്റീവ്. വെരി ഗുഡ്. സർക്കുലർ ഫ്ലോ ചാർട്ട് ഇൻ എ 2 സെക്ടർ ഇക്കോണമി. ഇത് പരീക്ഷയ്ക്ക് 2 മാർക്കിന് വരാം, 4 മാർക്കിന് വരാം, ചിലപ്പോൾ 3 മാർക്കിനും വരാം. അണ്ടർസ്റ്റുഡ്? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഒരു സർക്കുലർ ഫ്ലോ ചാർട്ട്, പിക്ടോറിയൽ റെപ്രസെന്റേഷൻ. യെസ്, ഇറ്റ്സ് എ ചാർട്ട്. അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്ന് ഇങ്ങനെ കിടക്കുന്ന ഒരു സാധനം. പക്ഷെ ദിസ് ഇസ് വെരി ഈസി ടു സ്റ്റഡി കേട്ടോ. കാര്യം മനസ്സിലാക്കി പഠിച്ചാൽ വെരി ഈസി. മക്കളെ ഒരു 2 സെക്ടർ ഇക്കോണമിയിൽ 2 ആൾക്കാരേ ഉള്ളൂ. ആരൊക്കെയാണ് അവര്? ഞാൻ വേറെ എടുക്കട്ടെ. ആരൊക്കെയാണ് അവര്? ഒന്നിവിടെ നമ്മൾ ആരുണ്ട്? ഫേംസ്. ഓക്കെ, ഇവിടെ ആരുണ്ട്? ഹൗസ് ഹോൾഡ്. നമ്മളെ പോലെയുള്ള ഓരോ വീട്ടുകാരുണ്ട്. ഓക്കെ, ശരിക്കും ശ്രദ്ധിച്ചേ, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, 2 കൂട്ടരേ ഉള്ളൂ 2 സെക്ടർ ഇക്കോണമിയിൽ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ 2 ബോക്സ് സങ്കല്പിക്കുക. ഓക്കെ, ഇത് തെറ്റിച്ചൊക്കെ തരും ഈ ആരോ. അപ്പൊ നിങ്ങളോട് കറക്റ്റ് ചെയ്യാൻ പറയും. കറക്റ്റ് ചെയ്യണമെങ്കിൽ ഇതിന്റെ എന്താ പറയാ, കറക്റ്റ് സംഭവം നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ? യെസ്, എന്നിട്ട് ചിന്തിക്കുക. എന്ത് ചിന്തിക്കണമെന്നറിയോ? നമ്മൾ ഇവിടെ നിന്ന് ചിന്തിക്കാൻ തുടങ്ങുക. നന്ദു, വാട്ട് ഹാപ്പൻ? യു റേസ്ഡ് യുവർ ഹാൻഡ്. അപ്പൊ ആദ്യം ഹൗസ് ഹോൾഡ്. മക്കളെ നമ്മളെ പോലെയുള്ള ഓരോ വീട്ടുകാരുമാണ് ഹൗസ് ഹോൾഡ്. അവരുടെ കയ്യിലാണ് ലാൻഡും ലേബറേഴ്സും ഒക്കെ ഇരിക്കുന്നത്, ഇവരുടെ കീഴിലാണ്, ഹൗസ് ഹോൾഡിലല്ലേ. അപ്പൊ മക്കളെ ഇവരിങ്ങോട്ടേക്ക് എന്ത് കൊടുക്കും? എന്ത് പ്രൊവൈഡ് ചെയ്യും?
ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ അല്ലേ? ഇത് കൊടുക്കും. ഇതിന് നമുക്കൊരു പേര് പറയാം. എന്ത്? നമ്മൾ അതിന് പേര് വിളിച്ചു ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അല്ലേ? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ കൊടുത്തു. ഓക്കെ. ഹൗസ് ഹോൾഡ്, ഇവിടെ ഫേംസ് പറഞ്ഞാൽ ചെറിയ ചെറിയ ഇൻഡസ്ട്രീസ് അല്ലേ, ഇവർക്ക് ലാൻഡും ലേബറേഴ്സും ഓർഗനൈസറും ഒക്കെ ഇവർക്ക് കൊടുത്തു. ഇവര് ഇത് വെച്ചുകൊണ്ട് എന്തുണ്ടാക്കും? ലെറ്റ് മീ ചേഞ്ച് ദ കളർ. ഇവരെന്തുണ്ടാക്കും? ഇവര് സാധനങ്ങൾ ഉണ്ടാക്കും. അതിനാണല്ലോ ഇവർ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുപോണത് അല്ലേ? നത്തിങ് മിസ് നോ. ഉണ്ട് കുട്ടാ, ഉണ്ടാക്കും. അതായത് ഈ ഫേംസിന് സാധനങ്ങൾ ഉണ്ടാക്കാൻ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ വേണ്ടേ? ലാൻഡും ലേബറും ക്യാപിറ്റലും ഓർഗനൈസറും ഇവർ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഈ ആൾക്കാരൊക്കെ ഇവിടെ വന്ന് ജോലി ചെയ്യാണ് അല്ലേ? അപ്പോൾ ഇവർ എന്ത് ചെയ്യും? തിരിച്ചിവർക്ക് എന്ത് കൊടുക്കും? ഇവിടെ വെറുതെ പോയി ജോലി ചെയ്യല്ല, തിരിച്ചെന്ത് കൊടുക്കും? എന്ത് കൊടുക്കും? എന്ത് കൊടുക്കടോ? വെരി ഗുഡ്. റെന്റ്, വേജ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ഇതൊക്കെ കൊടുക്കും. യെസ്, ഇതിനെ വിളിക്കുന്ന വേറെ പേര് അവിടെ പറഞ്ഞു. വെരി ഗുഡ്. ഫാക്ടർ പേയ്മെന്റ്. നന്നല്ലോ. ഫാക്ടർ പേയ്മെന്റ് കൊടുക്കും. കൊടുക്കട്ടെ, ഒരു പ്രശ്നമില്ല, അവർ കൊടുക്കണം. വേണ്ടേ? അവിടെ പോയി വെറുതെ ജോലി ചെയ്യുന്നല്ലോ, തിരിച്ച് ഫാക്ടർ പേയ്മെന്റ് ഇടും. അപ്പൊ ചിന്തിക്കുക, ഈ ഹൗസ് ഹോൾഡിന്റെ കയ്യിൽ ഇപ്പം പൈസ ഉണ്ട് ഇല്ലേ? ഇവിടെ പോയി ജോലി ചെയ്തിട്ടല്ലേ? അപ്പൊ എന്ത് കിട്ടി? ഇവിടേക്കൊക്കെ പൈസ കിട്ടി. ഈ പൈസ വെച്ചുകൊണ്ട് ഇവരെന്ത് ചെയ്യും? ഇവരെന്ത് ചെയ്യും? സ്പെൻഡിങ്, ചെലവാക്കും അല്ലേ? സ്പെൻഡിങ് നടത്തും. സ്പെൻഡിങ് ഫോർ വാട്ട്? ടു ഗെറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഗുഡ്സ് ആൻഡ് സർവീസസ് കിട്ടാൻ വേണ്ടി ഇവർ പൈസ ഇവിടെ ചെലവാക്കും. ചെലവാക്കുമ്പോ ഇവരെന്ത് കൊടുക്കണം? തിരിച്ച് ഇവരെന്ത് കൊടുക്കണം? ദേ ഹാവ് ടു പ്രൊവൈഡ് വാട്ട്? ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇവരെന്ത് കൊടുക്കും? ഗുഡ്സ് ആൻഡ് സർവീസസ് കൊടുക്കും. അണ്ടർസ്റ്റുഡ്? തിരിച്ച് അങ്ങോട്ടും കൊടുത്തു. 4 വരണ്ട്, 2 അങ്ങോട്ട്, 2 എന്താണ്? ഇങ്ങോട്ട്. ഇനി ഇതിലെന്താ അടുത്ത ഹൈലൈറ്റ് എന്ന് വെച്ചാൽ, ഇതിൽ മക്കളെ 2 റിയൽ ഫ്ലോ ആണ്, 2 മണി ഫ്ലോ ആണ്. ഓക്കെ, 2 റിയൽ ഫ്ലോ ആണ്, 2 എന്താണ്? മണി ഫ്ലോ. ആകെ 4 ഉണ്ട്. അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തൊക്കെയോ പാസ് ചെയ്ത് പോയിട്ടുണ്ട്. 2 വരെ വന്നോ മക്കളെ? ഇത് ഒരൊറ്റ വരെയുള്ളൂ കേട്ടോ. ഓക്കെ, ഇതൊരൊറ്റ ഇതേ ഉള്ളേ. നോയ്യോ, ഇതിങ്ങനെ ഇവിടുന്ന് പോയതാണ്. ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്ന എന്താണ്? ഗുഡ്സ് ആൻഡ് സർവീസസ്. ഓക്കെ, നൗ ടെൽ മീ, ഇവിടെ റിയൽ ഫ്ലോ എന്ന് പറയുന്നത് പണമല്ലാത്ത രീതിയിൽ 2 പോയിട്ടുണ്ട്. പണമല്ല അങ്ങോട്ടും ഇങ്ങോട്ടും സർക്കുലേറ്റ് ചെയ്തത്. ഏതൊക്കെയാ? പണമല്ലാത്തത് ആണ് റിയൽ ഫ്ലോ. ഇതെന്താണ്? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ് റിയൽ ഫ്ലോ. ഞാൻ 6 എഴുതാം കേട്ടോ, റിയൽ ഫ്ലോ. അതേപോലെ ഗുഡ്സ് ആൻഡ് സർവീസസും എന്താണ്? റിയൽ ഫ്ലോ. അത് പണമായിട്ടല്ലോ, ഗുഡ്സും സർവീസസുമായിട്ടല്ലേ? അപ്പൊ ഇതെന്താണ്? റിയൽ ഫ്ലോ. അങ്ങനെയാണെങ്കിൽ മക്കളെ ബാക്കിയുള്ള സ്പെൻഡിങ് ഇവർ പണമായിട്ടല്ലേ? അപ്പൊ ഇതെന്താണ്? മണി ഫ്ലോ. ഇതും പണമല്ലേ? റെന്റ്, വേജ്, ഇൻട്രസ്റ്റ്. ഇതെന്താണ്? മണി ഫ്ലോ. കണ്ടോ? അപ്പൊ ഇതിൽ 2 റിയൽ ഫ്ലോ ആണ്, 2 എന്താണ്? മണി ഫ്ലോ. ഏതൊക്കെയാണ് റിയൽ ഫ്ലോ? ലാൻഡ്, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഗുഡ്സ് ആൻഡ് സർവീസസ്, റിയൽ ഫ്ലോ. റെമ്യൂണറേഷൻ, അത് മണി ഫ്ലോ. തിരിച്ച് ഈ സ്പെൻഡിങ്ങും റെമ്യൂണറേഷനും ഫാക്ടർ പേയ്മെന്റ്സും എന്താണ്? നമ്മുടെ മണി ഫ്ലോ ആണ്. മറന്നു പോവരുത്. 2 അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഇത് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും കേട്ടോ മക്കളെ. റിയൽ ഫ്ലോ, മണി ഫ്ലോ. ഇനി പരീക്ഷയ്ക്ക് ചിലപ്പം ക്വസ്റ്റ്യൻ ഇങ്ങനെ തരും, ഹൗസ് ഹോൾഡ്. ഓക്കെ, ഇങ്ങനെ തരും. എന്നിട്ട് ഇവിടെ ഫേം തരും. എന്നിട്ട് എ, ബി, ഓക്കെ, സി, ഡി ഇങ്ങനെ തരും. എന്തുവാ ഈ ABCD? ഈ എ എന്താണ്, ബി എന്താണ്, സി എന്താണ്, ഡി എന്താണ് നിങ്ങൾ എഴുതണം. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ആദ്യം നോക്കിക്കോ. ഹൗസ് ഹോൾഡ് ഇങ്ങോട്ട് പ്രൊവൈഡ് ചെയ്തു. ഇങ്ങോട്ട് പ്രൊവൈഡ് ചെയ്തു എന്ത്? ഫാക്ടർ, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. തിരിച്ച് ഇവരെന്ത് ഇങ്ങോട്ടേക്ക് കൊടുത്തു? ഈ ആരോ ഇങ്ങോട്ടേക്ക് എന്ത് വന്നു? അതായത് റെന്റ്, വേജ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് വന്നു. ഇവരെന്ത് ചെയ്തു? ഇങ്ങോട്ടേക്ക് അപ്പൊ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇവരെന്ത് ചെയ്തു? സ്പെൻഡിങ് അല്ലേ? ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്തു? തിരിച്ചെന്ത് കൊടുത്തു? ഗുഡ്സ് ആൻഡ് സർവീസസ്. ചിലപ്പോൾ ആരോ തന്നിട്ട് അപ്പൊ നിങ്ങൾ ABCD എന്താന്ന് അറിയണം. ക്ലിയർ? അപ്പം കറക്റ്റ് ഇത് ഈ ഫ്ലോ ചാർട്ട് അറിഞ്ഞിരുന്നാൽ എങ്ങനെ ചോദിച്ചാലും പരീക്ഷയ്ക്ക് എഴുതാൻ കഴിയണം. നിങ്ങൾ ആദ്യം ചിന്തിക്കുക, ഹൗസ് ഹോൾഡ് എന്ന് തുടങ്ങുക. ഹൗസ് ഹോൾഡ് നേരെ എന്ത് ചെയ്യുന്നു?
ഫേമിൽ പോകുന്നു, ഫേം എന്ത് തിരിച്ചു കൊടുക്കും, ഇങ്ങനെ ആലോചിച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ ഒരിക്കലും തെറ്റാൻ പോകുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് റിയൽ ഫ്ലോ, മണി ഫ്ലോ. Now comes the next one. മക്കളെ, ഇതാണ് നമ്മുടെ എന്ത് നാഷണൽ ഇൻകം. മാം okay, now comes methods of measurement of നാഷണൽ ഇൻകം. അതായത് നാഷണൽ ഇൻകം മെഷർമെന്റിന്റെ എന്തൊക്കെയാണ് 3 മെത്തേഡ്സ് ഉണ്ട് നമ്മുടെ നാഷണൽ ഇൻകം മെഷർ ചെയ്യാൻ കേട്ടോ. നമ്മുടെ നാഷണൽ ഇൻകം മെഷർ ചെയ്യാൻ നമുക്ക് എത്ര മെത്തേഡ്സ് ഉണ്ട് മക്കളെ? 3 മെത്തേഡ്സ് ഉണ്ട്. ഇതാണ് പരീക്ഷയ്ക്ക് 8 മാർക്കിന്റെ എന്ത് എസ്സേ. ഷുവർ ആണ് കേട്ടോ, ബോർഡ് എക്സാമിനും ഉണ്ടാവും, ഇപ്പോഴും ഉണ്ടാവും കേട്ടോ, ഹാഫ് ഇയർലിക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. നോക്കിയേ ഏതൊക്കെ മെത്തേഡാ? ഫസ്റ്റ് മെത്തേഡ് ഈസ് ദിസ് പ്രോഡക്റ്റ് മെത്തേഡ്. സെക്കൻഡ് മെത്തേഡ് ഈസ് ദിസ് ഇൻകം മെത്തേഡ്. മൂന്നാമത്തെ മെത്തേഡ് ആണ് ഇത് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. നമ്മൾ ഈ 8 മാർക്ക് എസ്സേ, യെസ്. അപ്പോൾ 8 മാർക്കിൻ്റെ എസ്സേ നിങ്ങൾ ഇംഗ്ലീഷും മലയാളം എഴുതുന്ന പോലെ ഇങ്ങനെ പേജ് കണക്കിനൊന്നല്ല മക്കളെ ഇതിൽ എസ്സേ എഴുതേണ്ടത്. ടു ദ കണ്ടന്റ് പോയിന്റ്, അതിലേക്ക് കടന്നു വരണം കേട്ടോ. അല്ലാതെ ഇങ്ങനെ പേപ്പർ നിറയ്ക്കുന്നതിന് മാർക്ക് കിട്ടൂല. നമ്മൾ എന്ത് ചെയ്യുക? ആരും എന്നെ പോലെ പാടിനില്ല മിസ്സേന്നോ? പാട്ട് പാടുണ്ടോ? ക്ലാസ് എപ്പോൾ കഴിയുന്നത്? ഈശോയെ തുടങ്ങിയിട്ടേ ഉള്ളോ, സമയം 7:30 ആയല്ലോ. എപ്പോൾ കഴിയും? എന്തായാലും 8:30 ആകുമ്പോൾ എന്തായാലും തീരും കേട്ടോ. നോക്കി അതിന് മുന്നേ തീർക്കാൻ പറ്റുമോ നോക്കട്ടെ. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാ 3 മെത്തേഡ്? പ്രോഡക്റ്റ് മെത്തേഡ്, ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്. മക്കളെ, ഇത് 1ാമത്തെ മെത്തേഡ്, ഇത് 2ാമത്തെ മെത്തേഡ്, ഇത് 3ാമത്തെ മെത്തേഡ്. ദീസ് ആർ ദ 3 മെത്തേഡ്സ്. പ്രോഡക്റ്റ് മെത്തേഡിന് വേറൊരു പേര് പറയും, എന്താണെന്നറിയോ? ഔട്ട്പുട്ട് മെത്തേഡ് എന്നും പറയും കേട്ടോ. ഇനിയിപ്പോൾ അത് ചോദിച്ചിട്ട് പ്രശ്നമാക്കണ്ട. പ്രോഡക്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ വാല്യൂ ആഡഡ് മെത്തേഡ്, ഔട്ട്പുട്ട് മെത്തേഡ്. വെരി ഗുഡ്, അവിടെ കുറേ വന്നു. വാല്യൂ, യെസ്, അത് പറയുന്ന പേര് വാല്യൂ ആഡഡ് മെത്തേഡ് എന്നൊക്കെ പറയും കേട്ടോ. ആ മെത്തേഡ് മാത്രമേ നമുക്ക് കുറച്ച് ലെങ്തിയിൽ പോകുള്ളൂ, ബാക്കിയൊക്കെ വളരെ സിമ്പിൾ ആണ്. ഓക്കെ, അപ്പോൾ നോക്കിയേ, നമ്മളിനി ഫസ്റ്റ് മെത്തേഡ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണേ. പേടിക്കണ്ട, ഈസിയാണ് മക്കളെ. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് മെത്തേഡ് ഏത് മെത്തേഡാ? പ്രോഡക്റ്റ് മെത്തേഡ്, ഓർ നോൺ ആസ് പല പേരുകളുണ്ട്. ഏതൊക്കെയാ? വാല്യൂ ആഡഡ്, പ്രോഡക്റ്റ്, ഔട്ട്പുട്ട് മെത്തേഡ് എന്നൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് ആൻഡ് വാല്യൂ ആഡഡ് ഓഫ് ദ ഫേം. നമ്മൾ ചെയ്യേണ്ടത് ഓരോ ഫേമും ഉണ്ടാക്കിയ, നമ്മുടെ രാജ്യത്തുള്ള കുറേ ഫേംസ് ഉണ്ടല്ലേ, ഈ ഓരോ ഫേംസും ഉണ്ടാക്കിയ സാധനങ്ങളുടെ വാല്യൂ കാണണം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. ഫൈൻഡ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് ആൻഡ് വാല്യൂ ആഡഡ് ഓഫ് ഫേംസ്. നമ്മുടെ രാജ്യത്ത് എത്രത്തോളം ഇൻഡസ്ട്രിയൽ ഫേംസ് ഉണ്ട് മക്കളെ, അവരെല്ലാവരും ഉണ്ടാക്കിയ സാധനങ്ങളുടെ എന്ത് ചെയ്യണം? മൂല്യം കാണണം, വാല്യൂ കാണണം. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. പിന്നെ 2ാമത്തത് എന്ത് കണ്ടാൽ മതി? GDP കണ്ടാൽ മതി. അങ്ങനെയാണെങ്കിൽ എങ്ങനെ വാല്യൂ കാണും? വാല്യൂ കാണണം എന്നേ മിസ് പറഞ്ഞുള്ളൂ. പക്ഷെ എങ്ങനെയാണ് ഒരു മൂല്യം കണ്ടുപിടിക്കുക എന്ന് വിചാരിക്കുക. വാല്യൂ ഓഫ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ്. ഇപ്പം ഞാനൊരു ഫേം ആണ്. ഓക്കെ, ജിഷ മിസ് ഒരു ഫേം ആണെന്ന് വിചാരിക്കുക. ഓക്കെ, എൻ്റെ പേര് ജിഷ മിസ് ആണെന്ന് അറിയാലോ അല്ലേ? ദാറ്റ്സ് വൈ റൂട്ട്. ഞാനൊരു ഫേമാ, പ്രസ്ഥാനം, സംഭവമാണ്. ഞാൻ കുറേ സാധനങ്ങൾ ഉണ്ടാക്കി. ഇപ്പോൾ ഉദാഹരണത്തിന് എത്ര സാധനം ഉണ്ടാക്കി? ഞാൻ N സാധനങ്ങൾ ഉണ്ടാക്കി. അതായത് 100 സാധനങ്ങൾ ഞാൻ ഉണ്ടാക്കി എന്ന് വിചാരിക്കുക. ഈ 100 സാധനത്തിൻ്റെയും വില ഞാൻ കണ്ടുപിടിക്കണം. അപ്പോൾ ഒരു സാധനത്തിൻ്റെ വില 10 രൂപയാണ്, പ്രൈസ് 10 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ വാല്യൂ എത്രയാ? 1000 എൻ്റെ എന്ത് വാല്യൂ കണ്ടോ? അതേപോലെ വേറെ സീത ഉണ്ടാക്കി, വേറൊരു ഫേമാണ്. മൂപ്പത്തി ഉണ്ടാക്കി എത്രയോ സാധനങ്ങൾ, 200 എണ്ണം ഉണ്ടാക്കി. ഒരു സാധനത്തിൻ്റെ വില 20 രൂപയാണ്. അപ്പം എന്തുണ്ടാക്കി? 4000. കണ്ടോ? അപ്പോൾ സീതയുടെ അവിടെ എത്രയാണ്? 4000 ഉണ്ട്, എൻ്റെ 1000 ഉണ്ട്. ഇതൊക്കെ കൂടെ അങ്ങോട്ട് കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമ്മുടെ വാല്യൂ കേട്ടോ. നോക്കിയേ, വാല്യൂ ഓഫ് ഔട്ട്പുട്ട് കാണാൻ സെയിൽസ് പ്ലസ് ചേഞ്ച് ഇൻ ഇൻവെന്ററീസ്, അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ് ആൻഡ് മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ ഔട്ട്പുട്ട്. ഇതാണ് ഞാൻ പറഞ്ഞത് കണ്ടോ. വാല്യൂ, ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ്ഡ് മൾട്ടിപ്ലൈ പ്രൈസ്. വാല്യൂ പ്രൊഡ്യൂസ്ഡ്, ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ്ഡ് ആൻഡ് ദ മാർക്കറ്റ് പ്രൈസ്. അങ്ങനെ ഇതിപ്പോൾ 2 ആളല്ലേ ഉള്ളൂ. അതേപോലെ എത്ര ആൾക്കാരുണ്ടോ അവരൊക്കെ ഉണ്ടാക്കിയ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ കൂട്ടിക്കിഴിച്ച് കൊണ്ടുവരണം കേട്ടോ. ഇനി 2ാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യാണ്? സമ്മ് കാണുക. ഗ്രോസ് വാല്യൂ ആഡഡ് ഓഫ് ഓൾ ദ ഫേം.
in all the economy. നമ്മുടെ ജസ്റ്റ് സ്മൈൽ ഉറക്കം വന്നു. ഇത് കുറെ എന്താണ് യെസ് ഡബിൾ കൗണ്ടിങ് ഒഴിവാക്കാനാണ് കേട്ടോ. അയ്യോ സ്ലീപ്പ് ആക്കല്ലേ നോക്കിയേ. ഗ്രോസ് വാല്യൂ ആഡഡ് ഇൻ ദ ഇക്കോണമി ഇസ് ദ വാല്യൂ ഓഫ് GDP. അപ്പോൾ ഗ്രോസ് വാല്യൂ ആഡഡ് ഓഫ് ഫസ്റ്റ് ഫേം പ്ലസ് ഗ്രോസ് വാല്യൂ ആഡഡ് ഓഫ് സെക്കൻഡ് ഫേം പ്ലസ് ഗ്രോസ് വാല്യൂ ആഡഡ് ഓഫ് തേർഡ് ഫേം. അങ്ങനെ പോയി ഗ്രോസ് വാല്യൂ ആഡഡ് ഓഫ് nth ഫേം വരെ കാണണം. എത്ര ഫേം ഉണ്ട്? ഈ n എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് ഫേം ആയിരിക്കും. മനസ്സിലായോ? അങ്ങനെ അത് മുഴുവൻ ഇട്ട് കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? നമ്മുടെ GDP കിട്ടും. മിസ് പറ, എന്ത് പറയണം? അയ്യോ. ഓക്കെ, നൗ ലിസൺ. വാല്യൂ ആഡഡ് എല്ലാം ഇതിനകത്തുണ്ട്. വാല്യൂ ഓഫ് ഔട്ട്പുട്ട് മൈനസ് വാല്യൂ ഓഫ് ഇന്റർമീഡിയറ്റ് ഗുഡ്സ്. ഇത് മക്കളെ നമ്മളൊരു വാല്യൂ ആഡഡ് കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? ഒരു സാധനത്തിന്റെ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് കാണുക. വാല്യൂ ഓഫ് ഔട്ട്പുട്ട് കാണാൻ P/Q ചെയ്താൽ മതി. അതിന്ന് ഇന്റർമീഡിയറ്റ് ഗുഡ്സിന്റെ വാല്യൂ എന്ത് ചെയ്യാം? അവോയ്ഡ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഡബിൾ കൗണ്ടിങ് ഉണ്ടാവില്ല. നമ്മൾ നാഷണൽ ഇൻകത്തിൽ ഏറ്റവും വലിയ പ്രശ്നം കൂട്ടിയ സാധനത്തിന്റെ വില പിന്നെയും കൂട്ടും. അത് പാടില്ല. ഡബിൾ കൗണ്ടിങ് എന്ത് ചെയ്യുക? ഒഴിവാക്കുക. എന്താ ഇനി ഡബിൾ കൗണ്ടിങ്? ഇപ്പോൾ ഉദാഹരണത്തിന് ബ്രെഡിനൊരു പാക്കറ്റിന് 40 രൂപയാണെന്ന് ഇരിക്കാം. ഈ കൃഷിക്കാരൻ ഇത് വിറ്റിട്ടുണ്ടാവും 20 രൂപയ്ക്കാണ്. ഈ ബ്രെഡ് ഈ വീറ്റ് എന്ത് ചെയ്തു? ഒരു ഫ്ലോറിൽ പോയിട്ട് അത് പൊടിപ്പിച്ചപ്പോൾ അയാൾ ഒരു വില ഇട്ടു. അത് അവസാനം ബ്രെഡ് ബേക്കറിയിൽ എത്തിയപ്പോൾ ഒരു വില ഇട്ടു. എല്ലാം കൂടെ ബ്രെഡിന് വന്നപ്പോൾ ഒരു വലിയ എന്തായി? ഒരു അമണ്ടം വിലയായി. പക്ഷെ ഇങ്ങനെയൊന്നും ആഡ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. കാരണം വാല്യൂ ആഡഡാ, കൂട്ടി കൊണ്ടുവരികയാണിത്. അത് നടക്കാൻ പാടില്ല. വാല്യൂ ആഡഡ്. ഓക്കെ, ഈ ഡബിൾ കൗണ്ടിങ് വരുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ നമ്മുടെ നാഷണൽ ഇൻകത്തിന്റെ ആ ഒരു ഫിഗർ വലിയ അമണ്ടൻ ഫിഗർ ആവും. അത്രയൊന്നും ഉണ്ടാവാൻ പാടില്ലല്ലോ. Now 3 concepts ഉണ്ട്. ഗ്രോസ് വാല്യൂ ആഡഡ്, നെറ്റ് വാല്യൂ ആഡഡ്, നെറ്റ് വാല്യൂ ആഡഡ് ടു ഫാക്ടർ കോസ്റ്റ്. ഇത് നമ്മൾ പഠിക്കും കേട്ടോ. Now comes second. ഇവിടെ കൊടുത്ത കണ്ടോ? ഗ്രോസ് വാല്യൂ ആഡഡ് ഓഫ് ഫസ്റ്റ് ഫേം, സെക്കൻഡ് ഫേം, തേർഡ് ഫേം, ഫോർത്ത് ഫേം, അങ്ങനെ പോയി ഗ്രോസ് വാല്യൂ ആഡഡ് ഓഫ് nth ഫേം. അങ്ങനെ nth ഫേമിന്റെ ഒക്കെ കൂട്ടിക്കഴിയുമ്പോൾ യു വിൽ ഗെറ്റ് വാട്ട്? ഫൈനലി GDP സെയിം ആസ് അവർ നാഷണൽ ഇൻകം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് മെത്തേഡ്. ഇംപ്രൂവ്മെന്റ് ക്ലാസ്സോ? ഓ മൈ ഗാഡ്, എന്തിന് ഇംപ്രൂവ്മെന്റ്? ഉണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് മെത്തേഡ് ഇവിടെ കഴിയാണ്. ഏത് മെത്തേഡ്? ഇതിന് ഇക്വേഷൻ ഇല്ല, ഞാൻ പറഞ്ഞു തരാം ഇത് എങ്ങനെയാ ചോദിക്കാന്ന്. ഓക്കെ, നോക്കിയാ. രണ്ടാമത്താണ് ഇൻകം മെത്തേഡ്. നമ്മൾ ഇത് വെച്ച് പ്രോബ്ലം ഒക്കെ ചെയ്യും. ഇൻകം മെത്തേഡ് രണ്ടാമത്തെ മെത്തേഡ് ആണ്. ഏത്? ഇൻകം മെത്തേഡ്. അപ്പൊ ഫസ്റ്റ് മെത്തേഡ് ഞാൻ പറഞ്ഞ പോലെ അങ്ങനെ ഓരോ ഫേംസും ഉണ്ടാക്കിയ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൂല്യം കൂട്ടി കൊണ്ടുവന്ന GDP ആയി. നമ്മുടെ ഇൻകം മെത്തേഡിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫാക്ടർ പേയ്മെന്റ്സ് കാണണം. ഇപ്പോൾ ഞാനൊരു ഫേമാന്ന് പറഞ്ഞില്ലേ അല്ലേ? ഞാനൊരു ഫേം, സീതയൊരു ഫേം അല്ലേ? അപ്പം ഞാൻ ലാൻഡ് ലേബറിന് കൊടുത്തത്, ക്യാപിറ്റലിന് കൊടുത്തത്, ഓർഗനൈസേഷന് കൊടുത്തത് ഒക്കെ കൂട്ടണം. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ഇവർക്ക് കൊടുത്തൊക്കെ ഞാൻ എന്ത് ചെയ്യണം? കൂട്ടണം. ലാൻഡിന് കൊടുത്ത പൈസ, റെന്റ്, വേജ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്. അതേപോലെ സീതയും കൊടുത്തിട്ടുണ്ടാവും ഇല്ലേ? ലാൻഡും ലേബറിനും ക്യാപിറ്റൽ അതൊക്കെ കൂടെ എന്ത് ചെയ്യണം? കൂട്ടണം. റെന്റ് ഓഫ് ith ഫേം, വേജ്, ഇൻട്രസ്റ്റ്, ഇതെല്ലാം കൂടെ ഫാക്ടർ പേയ്മെന്റ് ഓഫ് ith ഫേം. റെന്റ്, വേജ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ഇതെല്ലാം കൂടെ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? വി ഗെറ്റ് GDP. നമുക്ക് GDP കിട്ടും. അപ്പൊ ഇൻകം മെത്തേഡിൽ GDP കാണാൻ, ഓക്കെ, ഇൻകം മെത്തേഡിൽ GDP കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? റെന്റ് പ്ലസ് വേജ് പ്ലസ് ഇൻട്രസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ഇത് കണ്ടാൽ മതി. നമുക്ക് എന്ത് കിട്ടും? GDP കിട്ടും. ഓക്കെ, GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് കിട്ടും. ഇനി മൂന്നാമത്തെ മെത്തേഡ് ആണ് ഏത്? നമ്മുടെ എക്സ്പെൻഡിച്ചർ മെത്തേഡ്. നോക്ക് മക്കളെ, എന്ത് സിമ്പിളാ. മൂന്നാമത്തെ മെത്തേഡ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ഈ എക്സ്പെൻഡിച്ചർ മെത്തേഡ് ഇത് കഴിഞ്ഞിട്ട് നോക്കുക കേട്ടോ. ഇതില് 4 ടൈപ്പ് എക്സ്പെൻഡിച്ചർ ചെയ്യുന്നത് 4 ആൾക്കാരാ. മെയിൻ ആയിട്ട് 4 ആൾക്കാരാ. ആരൊക്കെയാണിത്? ഒന്ന് നമ്മുടെ ഹൗസ് ഹോൾഡ് ആണ്. ആരാണ്? ഒന്ന് നമ്മുടെ ഹൗസ് ഹോൾഡ്. കണ്ടോ? ഓരോ വീട്ടുകാരും ചെലവാക്കുന്നത്. വെയിറ്റ് ഞാൻ പറയാം. അതെ, ആദ്യത്തെ ഇക്വേഷൻ എഴുതി, പിന്നത്തെ എഴുതി, പിന്നെ നമ്മൾ സമ്മറൈസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ എഴുതി വരുമ്പോൾ ഉണ്ടാവും, essayക്ക് ഉള്ളതുണ്ട്. ഓക്കെ, ആദ്യം ഹൗസ് ഹോൾഡ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ ആണ്. ഓരോ വീട്ടുകാരും സാധനങ്ങൾക്കും സേവനങ്ങൾക്കും ചെലവാക്കാനില്ലേ? അതിനെ നമ്മൾ C എന്ന ലെറ്ററിൽ എഴുതും. എന്ത് ലെറ്ററിൽ എഴുതി? C. മക്കളെ, ഇതിനെ നമ്മൾ C. ഇനി
പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ, അതായത് ഓരോ പ്രൈവറ്റ് ഫേംസും എന്താണ് ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി എക്സ്പെൻഡിച്ചർ നടത്തുന്നു. ദാറ്റ് വി കോൾ ഇറ്റ് ആസ് ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ. അപ്പൊ ഐ എന്ന് കിട്ടി. പിന്നെ വേറൊരാൾ ഇവിടെ നടത്തുന്നുണ്ട്. ആരാണത്? ഗവൺമെന്റ് ഓൾസോ മേക്ക് എക്സ്പെൻഡിച്ചർ. സോ ദാറ്റ് വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ജി. കണ്ടോ? C+I+GI. ഇനി നെറ്റ് എക്സ്പോർട്ട് ഉണ്ട്. നെറ്റ് എക്സ്പോർട്ട് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് എക്സ് മൈനസ് എം ആണ്. അപ്പൊ നെറ്റ് എക്സ്പോർട്ട് കാണാനുള്ള ഫോർമുല എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് നെറ്റ് എക്സ്പോർട്ട്. മക്കളെ, ഇതും ഒരു വൺ വേർഡ് ഇക്വേഷന് ചോദിക്കാം. ക്ലിയർ? നെറ്റ് എക്സ്പോർട്ട് കാണാനുള്ള ഫോർമുല എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട്. ഇനി ക്വസ്റ്റ്യൻ അതൊന്നുമല്ല, ജി ഡി പി എങ്ങനെ കാണുന്ന? ജി ഡി പി കാണാൻ മതി C+I+G+X-M. അതായത് എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ ജി ഡി പി കാണാൻ സി പ്ലസ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ പ്ലസ് ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ പ്ലസ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ പ്ലസ് നെറ്റ് എക്സ്പോർട്ട് X-M. കണ്ടോ? ഇങ്ങനെ കിട്ടിയാൽ നമുക്ക് എന്ത് കിട്ടി മക്കളെ? ജി ഡി പി കിട്ടി. മനസ്സിലായോ? അപ്പൊ 3 മെത്തേഡ് കഴിഞ്ഞു മക്കളെ. ഏതൊക്കെയാ 3 മെത്തേഡ്? ഫസ്റ്റ് മെത്തേഡ് ആണ് എന്ത്? പ്രോഡക്റ്റ് മെത്തേഡ്. ഓർമ്മയില്ലേ? ഫസ്റ്റ് മെത്തേഡ് ആണ് ഏത്? പ്രോഡക്റ്റ് മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് ആണ് ഏത്? എക്സ്പെൻഡിച്ചർ അല്ല ഇൻകം മെത്തേഡ്. ഓക്കെ, ഇൻകം മെത്തേഡ്. മൂന്നാമത്താണ് എന്ത് മക്കളെ? എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ക്ലിയർ? ദീസ് ആർ ദ 3 മെത്തേഡ്. മതി. എസ്സേക്ക് ഇനി ഫൈനൽ കൺക്ലൂഷനിലേക്ക് പോവാണ്. ഇതാ നോക്കിയേ, ഐഡന്റിറ്റീസ് ഓഫ് ജി ഡി പി. ലാസ്റ്റ് നമ്മൾ അതൊക്കെ എഴുതി കഴിഞ്ഞിട്ട് വെരി 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 ഗുഡ് കൗസു, ഐ വിൽ ഷോ യു വൺ എക്സാമ്പിൾ. വെയിറ്റ് ദേ. ഞാൻ ശരിക്കും അത് നോക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് വെറുതെ ഇത് കണ്ടാൽ പോരാ, ഹൗ ടു ഡു ദാറ്റ് അതും കൂടെ കാണണമല്ലോ അല്ലേ? അത് കാണണമെങ്കിൽ നമ്മൾ കുറച്ച് ഇക്വേഷൻസ് പഠിക്കാനുണ്ട് കേട്ടോ. പക്ഷെ അതിന് മുന്നേ ഐ വിൽ ഷോ യു ദാറ്റ്. ദെൻ മെത്തേഡ്, പ്രോഡക്റ്റ് മെത്തേഡ് പ്രകാരം ഗ്രോസ് ഫസ്റ്റ് ഫേം, സെക്കൻഡ് ഫേം, തേർഡ് കൂട്ടി വന്നു ജി ഡി പി ഓഫ് മാർക്കറ്റ് പ്രൈസ്. കണ്ടോ? ഇൻകം മെത്തേഡിൽ റെന്റ്, വേജ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് കണ്ടു കഴിഞ്ഞാൽ ജി ഡി പി അറ്റ് മാർക്കറ്റ് പ്രൈസ് കിട്ടും. കണ്ടോ? ദെൻ എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ C+I+G+X-M. കണ്ടോ? ജി ഡി പി കിട്ടി. അങ്ങനെ ലാസ്റ്റ് ഈ ടേബിൾ എഴുതി അവിടെ വെക്കണം. അപ്പൊ നമ്മുടെ 8 മാർക്കും ഇങ്ങോട്ടേക്ക് വരും. അണ്ടർസ്റ്റുഡ്? ഇതാണ് നമ്മുടെ നാഷണൽ ഇൻകം കാൽക്കുലേഷൻ മെത്തേഡ്സ്. ക്ലിയർ? അപ്പൊ നമ്മുടെ 3 മെത്തേഡുകളും കഴിഞ്ഞു. ഇനി 3 മെത്തേഡ് കഴിഞ്ഞ് നമ്മളൊരു യുദ്ധത്തിന് പോവുകയാണ് കേട്ടോ. നേരത്തെ നമ്മുടെ സംബഡി ആസ്ക്ഡ്, യെസ്, കൗസു ആസ്ക്ഡ് മീ വൺ ക്വസ്റ്റ്യൻ. ഓക്കെ, അത് ക്വസ്റ്റ്യൻ എടുക്കാൻ ഒരു മിനിറ്റ്. ഈ ഇക്വേഷൻ മുഴുവൻ പഠിച്ചു കഴിഞ്ഞിട്ട് അതിന് മുന്നേ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. വെയിറ്റ്. See this. Calculate GDP at market price, GNP at market price. GDP at market price നമുക്ക് ഇതൊന്ന് കാണാം. പക്ഷെ GNP at market price കാണാനുള്ള ഇക്വേഷൻസ് നമ്മൾ പഠിക്കാനുണ്ട്. ഇക്വേഷൻസ് ഒറ്റ പട്ടികയിൽ നോക്ക്. ഇവിടെ പ്രൈവറ്റ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചറിന് നമ്മൾ ഉണ്ട്. കൺസംഷൻ എക്സ്പെൻഡിച്ചർ C ആണ്. ഗവൺമെന്റ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ G ആണ് അല്ലേ? പ്രൈവറ്റ് ഫൈനൽ ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ I ആണ്. ഇത് എക്സ്പോർട്ട് ആണ്, ഇത് ഇമ്പോർട്ട് ആണ്. ഇത്രയും തന്നിട്ടുണ്ട്. നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ജി ഡി പി അറ്റ് മാർക്കറ്റ് പ്രൈസ് കാണാൻ ഇല്ലേ? അപ്പൊ ജി ഡി പി ഇത് ഏത് മെത്തേഡ് ആണെന്ന് മനസ്സിലായോ? ജി ഡി പി അറ്റ് മാർക്കറ്റ് പ്രൈസ് നമ്മളിവിടെ C+G+I+X-M അല്ലേ? ഇത് എക്സ്. ഓക്കെ, X-M അല്ലേ? ഇ അല്ല, എക്സ് ആണ് കേട്ടോ. എക്സ്പോർട്ടിന് നമ്മൾ എഴുതുന്ന എക്സ് ആണ്, ഇ അല്ല കേട്ടോ. എക്സ്പോർട്ട്. ഇത് ഏത് മെത്തേഡാ? നമ്മുടെ എക്സ്പെൻഡിച്ചർ മെത്തേഡാ. അതിന്റെ ഇക്വേഷൻ മക്കൾക്ക് ഓർമ്മയുണ്ടോ? C+I+G+X-M എന്നല്ലേ? ഇതല്ലേ നമ്മുടെ ഇക്വേഷൻ ഉണ്ടായിരുന്നേ അല്ലേ? എക്സ്പെൻഡിച്ചർ മെത്തേഡാ. ഈ സംഭവം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കേറണം വിച്ച് മെത്തേഡ് യൂസ്ഡ് ഹിയർ. എക്സ്പെൻഡിച്ചറാ. നേരെ മറിച്ച് ഇവിടെ റെന്റ്, വേജ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് എന്നൊക്കെ ആണെങ്കിൽ വിച്ച് മെത്തേഡ്? ഇൻകം മെത്തേഡ് ആയിരുന്നു കേട്ടോ. ഇനി നമ്മൾ സിയുടെ വാല്യൂ, ഇവിടെ എല്ലാ വാല്യൂസും ഉണ്ട്. യു ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്. ആർക്കോ ആൻസർ കിട്ടിയിട്ടുണ്ട്, 44,300 എന്നൊക്കെ കിട്ടിയിട്ടുണ്ട്. നോക്കാം. 20,000 പ്ലസ് ഐ എത്രയാ മക്കളെ? 10,000 അല്ലേ? 10,000 പ്ലസ്. ഓക്കെ, നെക്സ്റ്റ് ജി എത്രയാ? 15,000 പ്ലസ് X-M എന്ന് പറയുന്നത് എത്രയാ? 800 മൈനസ് 1500. ഇങ്ങനെയാ വരിക ആണോ? യെസ്.
ഇനി ഇതെല്ലാം ആഡ് ചെയ്യുക. 20,000, 30,000, 45,000 അല്ലേ? 45,000 അല്ലടോ, ആർക്കും അവിടെ കിട്ടിയിരുന്നു 45,000. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം വരും. എന്ത് വരും? ഇവിടെ മൈനസ് അല്ലേ, -700 ആണ് വരിക. 800 1500 പോയാൽ -700 അല്ലേ? അവിടെ ആർക്കോ കിട്ടി? യെസ്, കറക്റ്റ്. 44,700 അല്ല, സോറി, 44,300 അല്ലേ? 44,300 ഇതാണ് നമ്മുടെ എന്ത്? GDP at market price. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഇപ്പോൾ മനസ്സിലായോ ഹൗ ടു ഫൈൻഡ് ഔട്ട് GDP at market price? ഏത് മെത്തേഡാന്ന് മനസ്സിലായില്ലേ? ക്ലിയർ? ഓക്കെ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. GNP, ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്. GNP വലിയൊരു സാധനമാണ് അല്ലേ? GNP കാണാനുള്ള ഫോർമുല GDP at market price പ്ലസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്, NFIA ആണ്. ഇതാണ് ഫോർമുല. നമുക്കൊരു NFIA തന്നിട്ടുണ്ട് ഇവിടെ 1300, കണ്ടോ? യെസ്. അപ്പൊ നമുക്ക് ഓൾറെഡി GDP ഇവിടെ കിട്ടിയിട്ടുണ്ട്. എത്രയാ? 44,300 പ്ലസ് എന്താണ് 1,300 കൂട്ടിക്കോ. എത്രയാ? ഇതെല്ലാം കൂടെ കൂട്ടിയാ എത്ര കിട്ടും? 45,600. ദിസ് ഇസ് അവർ നാഷണൽ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്. ക്ലിയർ? ഇങ്ങനെയാണ് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പം ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിച്ചാൽ എഴുതാൻ കഴിയണം. ഓക്കെ, മനസ്സിലായോ? Okay, now comes the next one. ഇനി ഇവിടേക്ക് കയറുക കേട്ടോ. നമ്മളൊരു ഇക്വേഷനിലേക്കൊക്കെ കയറുകയാണ്. ഓ മൈ ഗോഡ്, ഒക്കെ പോയി. ഓക്കെ, now take ഇൻവെസ്റ്റ്മെന്റ്. ഇത് പരീക്ഷയ്ക്ക് 1 വേർഡ് വാട്ട് ഇസ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് ചോദിക്കുകയാണ്. Inventories are treated as capital. Addition to the stock of capital is known as investment. ഇത് പലർക്കും അറിയില്ല. നമ്മളിങ്ങനെ മാറി മാറി ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയും. പക്ഷേ റിയലി വാട്ട് ഇസ് മെന്റ് ബൈ ഇൻവെസ്റ്റ്മെന്റ് ചോദിക്കുമ്പോൾ ഇറ്റ് ഈസ് ദ അഡീഷൻ ടു ദ സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ. നമുക്ക് ഓൾറെഡി ക്യാപിറ്റൽ, അതിൽ ഇപ്പം എനിക്കൊരു ഫേം ഉണ്ട്, 2 മെഷീൻസ് ഉണ്ട്, ഞാൻ ഒരു മെഷീൻസ് എക്സ്ട്രാ വാങ്ങിച്ചു, ദാറ്റ് ഇസ് മൈ ഇൻവെസ്റ്റ്മെന്റ്. അപ്പോൾ അഡീഷൻ ടു ദ സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ ആണ് എന്ത്? ഇൻവെസ്റ്റ്മെന്റ്. അതൊരു അസറ്റ് ആണ്. ക്ലിയർ? ഇനി അങ്ങനെയുള്ള 1 വേർഡുകൾ ഉണ്ട് മക്കളെ കേട്ടോ. ഓക്കെ, നൗ കംസ് ദ നെക്സ്റ്റ് വൺ. ഞാൻ എവിടെയാ നിർത്തിയത്? സ്ലൈഡ്. ഓക്കെ, വെയിറ്റ്. അതൊക്കെ കഴിഞ്ഞു. യെസ്, ഇവിടെ തൊട്ട് നോക്കിക്കോളൂ. ചേഞ്ച് ഇൻ ഇൻവെന്ററി. ആരോ ഇവിടെ എന്നോട് ചേഞ്ച് ഇൻ ഇൻവെന്ററി ഉണ്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോക്കിയോ, നമുക്ക് ചേഞ്ച് ഇൻ ഇൻവെന്ററി നോക്കാം. എന്താണ് ചേഞ്ച് ഇൻ ഇൻവെന്ററി? ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ പ്രോബ്ലം ഉണ്ടാവും കേട്ടോ, പ്രോബ്ലം ഉണ്ടാവും. നോക്ക്, ചേഞ്ച് ഇൻ ഇൻവെന്ററി ഇറ്റ് ഈസ് ദ സ്റ്റോക്ക് ഓഫ് അഡീഷണൽ ആണ് കേട്ടോ. ഒരു മിനിറ്റ്. ഇൻവെന്ററീസ്, ഇൻവെന്ററീസ് ആദ്യം എന്താ നോക്കാം. എന്താണ് ഇൻവെന്ററീസ്? വാട്ട് ആർ ഇൻവെന്ററീസ്? ഓക്കെ, ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്, സെമി ഫിനിഷ്ഡ് ഗുഡ്സ്, റോ മെറ്റീരിയൽസ് ഇൻ എൻ അക്കൗണ്ടിങ് ഇയർ. കണ്ടോ? ഇപ്പൊ ഞാൻ ഒരു അംബ്രല്ല, പിന്നെ ഞാൻ കയറി വരികയാണ് എൻ്റെ എന്ത്? അംബ്രല്ല. ഓക്കെ, ഞാൻ അംബ്രല്ല ഉണ്ടാക്കുന്ന ആളാണ്. അപ്പം ഞാൻ ഡിസംബർ 31 ഓക്കെ, ഡിസംബർ 31 ആകുമ്പോഴത്തേനും എൻ്റെ ബാക്കി 100 എണ്ണം അവിടെ കിടക്കുക അംബ്രല്ല. ഓക്കെ, അൺസോൾഡ് ഗുഡ് ഓഫ് ലാസ്റ്റ് ഇയർ. യെസ്, 100 അംബ്രല്ല ബാക്കിയുണ്ട്. സെമി ഫിനിഷ്ഡ് ഗുഡ് പകുതിയാക്കി വെച്ച അംബ്രല്ല ഉണ്ട്, അതൊരു 50 എണ്ണം എൻ്റെ കയ്യിലുണ്ട്. കാരണം അതിൻ്റെ കാലൊക്കെ ശരിയാക്കി, ഇനി മറ്റത് മാത്രമേ വെക്കാനുള്ളൂ, അതുണ്ട്. റോ മെറ്റീരിയൽസ്, ഈ കുട ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയൽസും എൻ്റെ ഒരു 100 എണ്ണം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ചേഞ്ച് ഇൻ ഇൻവെന്ററി എത്രയാണ് മക്കളെ? 250. കണ്ടോ? അതായത് അതെ അംബ്രല്ല, അതായത് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആണ്, സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ആണ്, റോ മെറ്റീരിയൽ ഉണ്ട്. ഇതൊക്കെ എന്താണ്? എനിക്ക് അടുത്ത വർഷത്തേക്ക് വേണമെങ്കിൽ ക്യാരി ഓവർ ചെയ്യുക. അടുത്ത വർഷത്തേക്ക് ഉപയോഗിച്ചൂടെ? യെസ്, പ്രൊഡക്ഷൻ ഓഫ് ദ ഫേം ഡ്യൂറിങ് ദ ഇയർ. യെസ്, അടുത്ത് വരുന്നുണ്ട്. അതാ ഇൻവെന്ററി, അത് പിന്നെ ചേഞ്ച് ഇൻ ഇൻവെന്ററി. നൗ വാട്ട് ഇസ് ദിസ് ചേഞ്ച് ഇൻ ഇൻവെന്ററി? ചേഞ്ച് ഇൻ ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ മേ ബി അക്യുമുലേഷൻ വരാം, ഡീക്യുമുലേഷൻ ഓഫ് ഇൻവെന്ററീസ് വരാം. ശ്രദ്ധിക്കണേ, ടേം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ എഴുതാൻ കഴിയും. അക്യുമുലേഷൻ എന്ന് പറഞ്ഞാൽ അടുത്ത കൊല്ലത്തേക്ക് സൂക്ഷിച്ച് വെച്ചതാണ് അക്യുമുലേഷൻ കേട്ടോ. ഡീക്യുമുലേഷൻ എന്ന് പറഞ്ഞാൽ ഇല്ല, അടുത്ത കൊല്ലത്തേക്ക് ഇല്ല, അതാണ് എന്ത്? ഡീക്യുമുലേഷൻ. അപ്പൊ 2 എണ്ണം ഉണ്ട്, അക്യുമുലേഷൻ ഉണ്ട്, അതേപോലെ എന്തുണ്ട്? ഡീക്യുമുലേഷൻ ഉണ്ട്. മക്കളെ, അക്യുമുലേഷൻ എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ഇൻ ഇൻവെന്ററീസ് ആണ്. ഇപ്പൊ ഞാൻ
ഓ വേറെ കളർ ഞാൻ എന്നാ കളർ എടുക്കാനാ കുഞ്ഞാ. ഓക്കെ, ഇൻക്രീസ് ഇൻ ഇൻവെന്ററീസ് ആണ്. അതായത് ഞാൻ എന്ത് ചെയ്യാണ്, വേറെ ഇതേ മാക്സിമം ഇതിന് സൂട്ട് ആവുള്ളൂ, അതാണ്. ഓക്കെ, ഡ്യൂ ടു ഫോൾ ഇൻ ദ സെയിൽ ഓഫ് ഔട്ട്പുട്ട്. അതായത് എനിക്ക് 100 കൊട ബാക്കി ഉണ്ടായി എന്ന് പറഞ്ഞില്ല അടുത്ത കൊല്ലത്തേക്ക്. അതിന്റെ കാരണം എന്താ, ഈ കൊല്ലം വിറ്റുപോയില്ല, സെയിൽ ആയില്ല, ഡിക്രീസ് ഇൻ ദ സെയിലാണ്. നേരെ മറിച്ച് ഡീക്യുമുലേറ്റ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ഇൻ ദ സെയിലാ, അടുത്ത കൊല്ലത്തേക്ക് ഒന്നുമില്ല ബാക്കി. അതിന്റെ കാരണം എന്താണ്, മൈ സെയിൽ ഹാസ് ഇൻക്രീസ്ഡ്, എന്റെ സെയിൽ കൂടി, അപ്പൊ അടുത്ത കൊല്ലത്തേക്ക് പാവം എനിക്ക് ഒന്നുമില്ല. ഓക്കെ, അതാണ് ഡീക്യുമുലേഷൻ അക്യുമുലേഷൻ. ഇങ്ങനെ ആലോചിച്ചാൽ മതി. അക്യുമുലേഷൻ എന്ന് പറഞ്ഞാൽ അടുത്ത കൊല്ലത്തേക്കുണ്ട്, അതാണ് അക്യുമുലേഷൻ. മനസ്സിലായോ? ഡീക്യുമുലേഷൻ എന്ന് പറഞ്ഞാൽ അപ്പൊ എന്തായിരിക്കും, അടുത്ത കൊല്ലത്തേക്ക് ബാക്കിയില്ല, എനിക്ക് പുതിയതായിട്ട് ഉണ്ടാക്കണം, അതാണ് ഡീക്യുമുലേഷൻ. മക്കളെ ഇനി അടുത്തത്, ബോത്ത് ചേഞ്ചസ് മേ ബി പ്ലാൻഡ് ആൻഡ് അൺപ്ലാൻഡ് ആവാം. നമുക്ക് വേണമെങ്കിൽ മനഃപൂർവ്വം അടുത്ത കൊല്ലത്തേക്ക് എടുത്തു വയ്ക്കാം, അത് പ്ലാൻഡ് ആണ്. നേരെ മറിച്ച് വേറെ എന്തൊക്കെയോ നമ്മൾ വിചാരിച്ചിട്ടും കൂടെ ഉണ്ടാവാത്ത കാരണം കൊണ്ട് സാധനങ്ങളൊക്കെ വിറ്റുപോയി, അൺപ്ലാൻഡ് ആണ്. മനഃപൂർവ്വം നമ്മൾ അടുത്ത കൊല്ലത്തേക്ക് എടുത്തു വെക്കുന്നത് പ്ലാൻഡ്, മനഃപൂർവ്വം അല്ലാതെ ചെയ്യുന്നത് അൺപ്ലാൻഡ് ആണ്. നോക്കിയേ, ഇൻവെന്ററി കാണേണ്ട ഫോർമുല ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക്. മക്കൾ ഇതൊന്ന് പഠിച്ചു വെക്കണം കേട്ടോ. ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക്, അതായത് ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക്. ഇതാണ് എന്ത് മക്കളെ, ചേഞ്ച് ഇൻ ഇൻവെന്ററി കാണാനുള്ള ഫോർമുല. ഓക്കെ, ചേഞ്ച് ഇൻ ഇൻവെന്ററീസ്, CS മൈനസ് OS. അപ്പൊ ഇനി എന്താ, CS ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക്, CS മൈനസ് OS. അങ്ങനെയാണ് നമ്മുടെ എന്ത്, ചേഞ്ച് ഇൻ ഇൻവെന്ററി. ക്ലിയർ? നൗ കംസ് ഗ്രോസ് വാല്യൂ ആഡഡ്. ഇത് പഠിക്കണം കേട്ടോ, നേരത്തെ നമ്മൾ ഇതിനെ തുടങ്ങി വെച്ചായിരുന്നു ഇല്ലേ. ഗ്രോസ് വാല്യൂ ആഡഡ് കാണാൻ ഗ്രോസ് ഔട്ട്പുട്ട് മൈനസ് വാല്യൂ ഓഫ് ഇന്റർമീഡിയറ്റ് ഗുഡ്സ്, ഇത് പഠിക്കുകയല്ലാതെ ഒരു രക്ഷയില്ല കേട്ടോ. രണ്ടാമത്തത് നെറ്റ് വാല്യൂ ആഡഡ് ആണ്. നെറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഗ്രോസ് വാല്യൂ ആഡഡ് എന്ത് കുറച്ചാൽ മതി, ഡിപ്രീസിയേഷൻ കുറച്ചാൽ മതി. ഇനി നെറ്റ് വാല്യൂ ആഡഡ് അറ്റ് ഫാക്ടർ കോസ്റ്റ് കാണാൻ ഈ സംഭവമില്ലേ, നെറ്റ് വാല്യൂ ആഡഡ് എന്ത് കുറച്ചാൽ മതി, നെറ്റ് ഇൻഡയറക്ട് ടാക്സ്. നെറ്റ് ഇൻഡയറക്ട് ടാക്സ് കാണാൻ അപ്പോൾ നമ്മൾ അറിയണം എങ്ങനെയാ, ഇൻഡയറക്ട് ടാക്സ് മൈനസ് എന്താണ്, സബ്സിഡി. ഓർമ്മയുണ്ടോ? ഇതിൻ്റെയൊക്കെ ഫോർമുല പഠിക്കണം. ഇത് പഠിക്കാതെ ഒരു രക്ഷയും ഇല്ല കേട്ടോ. ഗ്രോസ് വാല്യൂ ആഡഡ്, നെറ്റ് വാല്യൂ ആഡഡ്, നെറ്റ് വാല്യൂ ആഡഡ് അറ്റ് ഫാക്ടർ, ഒന്ന് പഠിച്ചാൽ ബാക്കി ഇത് രണ്ടും കിട്ടണം കേട്ടോ. Now comes the next one, inventories over double counting. Yes, ഇതാണ് നമ്മുടെ നാഷണൽ ഇൻകത്തിൽ മാം പറഞ്ഞു, ഡബിൾ കൗണ്ടിങ് ദ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് മോർ ദാൻ 1 in. അതായത് ഒരു സാധനത്തിന്റെ വില തന്നെ 2-3 പ്രാവശ്യം ഇട്ട് കൂട്ടുക. ഇത് പ്രോബ്ലം ചോദിക്കും, നമ്മൾ കടന്നിട്ടില്ല കേട്ടോ. ഇത് ഒരു സാധനത്തിന്റെ വില 1-ൽ കൂടുതൽ പ്രാവശ്യം കൂട്ടിക്കൊണ്ടുവരിക, അതാണ് നമ്മുടെ എന്ത്, ഡബിൾ കൗണ്ടിങ്. അങ്ങനെ സംഭവിക്കാറുണ്ട് പലപ്പോഴും, പക്ഷെ അത് വരുമ്പോൾ നാഷണൽ ഇൻകം കാൽക്കുലേഷൻ ശരിയാവില്ല. So to avoid this problem of double counting, അതുകൊണ്ട് ഈ ഡബിൾ കൗണ്ടിങ് പ്രോബ്ലം ഒഴിവാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും വാല്യൂ ഓഫ് ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. മനസ്സിലായോ? വാല്യൂ ഓഫ് ഇന്റർമീഡിയറ്റ് ഗുഡ്സ് ഫ്രം ദ വാല്യൂ ഓഫ് ഔട്ട്പുട്ട്. അതായത് വാല്യൂ ഓഫ് ഔട്ട്പുട്ടിനെ വാല്യൂ ഓഫ് ഔട്ട്പുട്ടിനെ ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. അതാണ് ഇവിടെ എഴുതിയത്. ഡബിൾ കൗണ്ടിങ് ഒഴിവാക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ഗ്രോസ് വാല്യൂന്ന് എന്ത് ആഡ് ചെയ്യണം, ഗ്രോസ് വാല്യൂന്ന് അല്ല ആഡ് ചെയ്യല്ല, ഗ്രോസ് വാല്യൂന്ന് എന്ത് മൈനസ് ചെയ്യണം, വാല്യൂ ഓഫ് ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. മക്കളെ ഇതും പരീക്ഷയ്ക്ക് ചോദിക്കും. ഇന്റർമീഡിയറ്റ് ഗുഡ്സ് ഇത് എന്തിനാ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തിനാണ് ചെയ്യുന്നത്, ടു സോൾവ് ദ പ്രോബ്ലം ഓഫ് ഡബിൾ കൗണ്ടിങ്. ക്ലിയർ? ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും. ഹോർലിക്സ് സെറ്റ് ചെയ്യായിരുന്നു അല്ലേ, സെറ്റ് ചെയ്ത് തരാം കേട്ടോ. ഇനി അടുത്തത് പ്രൊഡക്ഷൻ ടാക്സും പ്രോഡക്റ്റ് ടാക്സും. നോക്ക് മക്കളെ, ഈ പേരിൽ തന്നെ ഉണ്ട് എന്താണ് പ്രൊഡക്ഷൻ ടാക്സ്, എന്താണ് പ്രോഡക്റ്റ് ടാക്സ്. പ്രൊഡക്ഷൻ ടാക്സ് എന്ന് പറഞ്ഞാൽ ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യുമ്പം കൊടുക്കുന്ന ടാക്സ് ആണ് പ്രൊഡക്ഷൻ ടാക്സ് അല്ലേ. നോക്കിയേ, ദ ടാക്സസ് പെയ്ഡ് ഇൻ റിലേഷൻ ടു പ്രൊഡക്ഷൻ. ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വി ഹാവ് ടു പേ ദ ടാക്സ്, ദാറ്റ് ഇസ് നോൺ ആസ് പ്രൊഡക്ഷൻ ടാക്സ്. അത് നമ്മുടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനത്തിന്റെ അളവിനനുസരിച്ചിരിക്കും. കൂടുതൽ സാധനമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ വി ഹാവ് ടു ഗീവ് മോർ ടാക്സ്, കുറേ ടാക്സ് കൊടുക്കണം. കുറഞ്ഞ സാധനമാണെങ്കിൽ കുറച്ച് ടാക്സ് കൊടുത്താൽ മതി, അതാണ് പ്രൊഡക്ഷൻ ടാക്സ്. നൗ കംസ് അതിന് എക്സാമ്പിൾ കണ്ടോ, ലാൻഡ് റവന്യൂ, രജിസ്ട്രേഷൻ ഫീ, സ്റ്റാമ്പ് ഡ്യൂട്ടീസ്, ഇതൊക്കെ സാധനത്തിന്റെ വലുപ്പം അനുസരിച്ചിരിക്കും.
നേരെ മറിച്ച് പ്രോഡക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇമ്പോസ്ഡ് പെയ്ഡ് പെർ യൂണിറ്റ് ഓർ പ്രോഡക്റ്റ്. ഒരു സാധനത്തിന്റെ മുകളിൽ ചുമത്തുന്നതാണ് എന്ത്? നമ്മുടെ പ്രോഡക്റ്റ് ടാക്സ്. പ്രോഡക്റ്റിന്റെ മുകളിൽ ചുമത്തുന്ന, മറ്റേത് ഒരു സാധനം പ്രൊഡക്ഷന്റെ മുകളിലാണ്. അത് എത്രയാ പ്രൊഡ്യൂസ് ചെയ്യുന്നറിയില്ല. ഇപ്പൊ ഞാൻ 1000 കൊട ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഈ 1000 കൊടയ്ക്ക് കൊടുക്കുന്നതാണ് എന്ത്? പ്രൊഡക്ഷൻ അല്ലേ? 1000 കൊട പ്രൊഡക്ഷൻ, അതിനാണ് പ്രൊഡക്ഷൻ ടാക്സ്. നേരെ മറിച്ച് ഞാൻ ഒരു കൊടയ്ക്ക് കൊടുക്കുന്ന ടാക്സ് ആണ് എന്ത്? പ്രോഡക്റ്റ് ടാക്സ് കേട്ടോ. എക്സാമ്പിൾ എക്സൈസ് ടാക്സ്, സർവീസ് ടാക്സ്, എക്സ്പോർട്ട് ഡ്യൂട്ടി, ഇമ്പോർട്ട് ഡ്യൂട്ടി, ഇതൊക്കെ എൻ്റെ എന്താണ്? പ്രോഡക്റ്റ് ടാക്സുകളാണ്. ഇത് പഠിക്കണം. പ്രൊഡക്ഷൻ ടാക്സ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ ചെയ്യുമ്പം കൊടുക്കുന്ന ഇതാണ്. പ്രോഡക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റിന്റെ മുകളിൽ ചുമത്തുന്ന എന്താണ്? ടാക്സ് ആണ് കേട്ടോ. മറന്നു പോവരുതേ. ഇവിടെ എന്തൊക്കെയോ സാധനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇത് ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആവരുത്. നോക്കിയേ, ഫസ്റ്റ് നമ്മൾ ഓക്കെ, ലെറ്റ് മീ സീ ദിസ്. നെറ്റ് പ്രൊഡക്ഷൻ ടാക്സ് നോക്കിക്കോളൂ. ഇതിനൊരു സിമിലാരിറ്റി ഉണ്ട്. നെറ്റ് പ്രൊഡക്ഷൻ, നമ്മൾ രണ്ടെണ്ണം ഉണ്ട്, നെറ്റ് പ്രൊഡക്ഷൻ ടാക്സും നെറ്റ് പ്രോഡക്റ്റ് ടാക്സ്. നെറ്റ് പ്രൊഡക്ഷൻ ടാക്സ് കാണാൻ പ്രൊഡക്ഷൻ ടാക്സ് മൈനസ് സബ്സിഡിയാണ്. നേരെ മറിച്ച് നെറ്റ് പ്രോഡക്റ്റ് ടാക്സ് ആവുമ്പോൾ പ്രോഡക്റ്റ് ടാക്സ് മൈനസ് പ്രോഡക്റ്റ് സബ്സിഡി. കണ്ടോ, ഇവിടെ പ്രൊഡക്ഷൻ ടാക്സ്, ഇവിടെ പ്രോഡക്റ്റ് ടാക്സ്. ഇത് പ്രൊഡക്ഷൻ സബ്സിഡി, ഇത് പ്രോഡക്റ്റ് സബ്സിഡി. രണ്ടും സെയിം തന്നെയാണ് അല്ലേ? ഇത് പ്രൊഡക്ഷൻ ടാക്സ്, ഇത് പ്രോഡക്റ്റ് ടാക്സ്. ഇക്വേഷൻ ഒന്ന് പഠിച്ചാൽ മതി, അടുത്തത് ഇവിടെ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ, പ്രോഡക്റ്റ്. നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കാണാൻ നെറ്റ് പ്രൊഡക്ഷൻ ടാക്സും ഇത് തമ്മിൽ കൂട്ടിയാൽ മതി. നെറ്റ് പ്രൊഡക്ഷൻ ടാക്സും നെറ്റ് പ്രോഡക്റ്റ് ടാക്സും കൂടെ കൂട്ടിയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കിട്ടും. ഓക്കെ, ഇനി മക്കളെ, ഇനി വരുന്നത് എവിടെ അറിയോ? ഇതൊന്ന് നോക്കണേ. നോക്ക്, ഗ്രോസ് വാല്യൂ ആഡഡ്. എന്താ നോക്കിയേ, ഗ്രോസ് വാല്യൂ ആഡഡ് ടു ഫാക്ടർ കോസ്റ്റ്, അതായത് GVA അറ്റ് FC. ഓക്കെ, ഇത് ഗ്രോസ് വാല്യൂ ആഡഡ് ഓഫ് ബേസിക് പ്രൈസ്, അതായത് മാർക്കറ്റ് പ്രൈസ്. ഇങ്ങനെ ഉണ്ടാവും. നോക്ക്, ഗ്രോസ് വാല്യൂ ആഡഡ് അറ്റ് മാർക്കറ്റ് പ്രൈസ് മൈനസ് നെറ്റ് പ്രൊഡക്ഷൻ ടാക്സ് മൈനസ് നെറ്റ് പ്രോഡക്റ്റ് ടാക്സ്. ഗ്രോസ് വാല്യൂ ആഡഡ് ടു മാർക്കറ്റ് പ്രൈസ് മൈനസ്, ഇവിടെ ഓൾറെഡി കിട്ടും നമുക്ക് ഗ്രോസ് വാല്യൂ ആഡഡ് മാർക്കറ്റ് പ്രൈസ് മൈനസ് എന്താണ്? ഇത് ഇങ്ങനെയുള്ളൂ കേട്ടോ, മാർക്കറ്റ് പ്രൈസ് ഇല്ല, ബേസിക് പ്രൈസേ ഉള്ളൂ. ഗ്രോസ് വാല്യൂ ആഡഡ് അറ്റ് മാർക്കറ്റ് പ്രൈസ് മൈനസ് നെറ്റ് പ്രോഡക്റ്റ് ടാക്സ്. ഇവിടെ രണ്ടും മൈനസ് ചെയ്യണം. നെറ്റ് പ്രൊഡക്ഷൻ ടാക്സും മൈനസ് ചെയ്യണം, നെറ്റ് പ്രോഡക്റ്റ് ടാക്സും മൈനസ് ചെയ്താലാണ് ഇത് കിട്ടുക. നേരെ മറിച്ച് ഗ്രോസ് വാല്യൂ ആഡഡ് അറ്റ് ബേസിക് പ്രൈസിൽ എന്ത് ചെയ്താൽ മതി? നെറ്റ് പ്രോഡക്റ്റ് ടാക്സ് മാത്രമേ മൈനസ് ചെയ്യണ്ടൂ. ഇതൊന്നും പരീക്ഷയ്ക്ക് അങ്ങനെയില്ല. പരീക്ഷയ്ക്ക് വരുന്ന സാധനം ഞാൻ കാണിച്ചു തരാം. നോക്കിയോ, ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഗ്രോസ് വാല്യൂ ആഡഡ് അറ്റ് മാർക്കറ്റ് പ്രൈസ്, ഇതാണ് നമ്മുടെ GVA അറ്റ് MP. ഓക്കെ, അതിന് ഗ്രോസ് വാല്യൂ അറ്റ് ഫാക്ടർ കോസ്റ്റ്, അതായത് ഗ്രോസ് വാല്യൂ ആഡഡ് അറ്റ് ഫാക്ടർ കോസ്റ്റ് പ്ലസ് നെറ്റ് പ്രൊഡക്ഷൻ ടാക്സ്. ഓക്കെ, നെറ്റ് പ്രൊഡക്ഷൻ ടാക്സ് പ്ലസ് നെറ്റ് പ്രോഡക്റ്റ് ടാക്സ്. ഈ പ്രൊഡക്ഷൻ ടാക്സും പ്രോഡക്റ്റ് ടാക്സും ഇങ്ങനെ കിടന്ന് കളിക്കുന്നതുകൊണ്ടാണ് പ്രശ്നം. ഓക്കെ, ഇങ്ങനെ കളിക്കാം. ഇത് വേണ്ട കേട്ടോ. ഓക്കെ, ഇവിടെ തൊട്ടാണ് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഐഡന്റിറ്റീസ് ഓഫ് നാഷണൽ ഇൻകം നെത്തതൊക്കെ ജനറൽ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. പക്ഷേ ഇത് എന്തെഴുത്താന്നോ? ഇത് നല്ല എഴുത്താ, ഇത് മനസ്സിലായി. ഓക്കെ, നൗ കംസ് ദ നെക്സ്റ്റ് വൺ. ഇത് തൊട്ട് നല്ലോണം ശ്രദ്ധിക്കണം. മാക്രോ ഇക്കണോമിക് ഐഡന്റിറ്റീസ് ഓഫ് നാഷണൽ ഇൻകം. ഇതാണ് നമ്മൾ ഇനി മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. GDP, GNP, NDP, NNP, PI, പേഴ്സണൽ ഇൻകം, പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം. കണ്ടോ, ഇത് എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം ഉണ്ട് മക്കളെ. GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, ഏതൊക്കെയുണ്ട്? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ് ഉണ്ട്, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ് ഉണ്ട്, 2 എണ്ണം. ഇനി GNPക്കും 2 എണ്ണം ഉണ്ട്. ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ് ഉണ്ട്, ഫാക്ടർ കോസ്റ്റ് ഉണ്ട്. NDPക്കും 2 എണ്ണം ഉണ്ട്. NDP അറ്റ് മാർക്കറ്റ് പ്രൈസ് ഉണ്ട്, NDP അറ്റ് ഫാക്ടർ കോസ്റ്റ്. ഓരോന്നിനും FC ഉണ്ട്, MP ഉണ്ട്. ഇവിടെയുണ്ട് FC ഉണ്ട്, MP ഉണ്ട്. ഇവിടെയുണ്ട് FC ഉണ്ട്, MP ഉണ്ട്. മക്കളെ, അങ്ങനെയാണെങ്കിൽ ഇവിടെയുണ്ട് FC ഉണ്ട്, MP ഉണ്ട്. അത്രയേ ഉള്ളൂ. ഇത് രണ്ടും ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഇത് നോക്കാൻ വളരെ വ്യത്യസ്തമായിട്ടുള്ളതാണ് കേട്ടോ. ഇവിടെയാണ് നമ്മുടെ പ്രോബ്ലം പാർട്ടിൽ ക്വസ്റ്റ്യൻ ചോദിക്കാറ് കേട്ടോ. ഇവിടെ നോക്ക്, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. നമ്മൾ ആദ്യം GDP, GNP, NDP, NNP ഇതിൻ്റെ ഇക്വേഷൻസ് പഠിക്കണം. ഇത് തന്നെയാണ് നേരത്തെ പറഞ്ഞത്, പക്ഷെ ഇത് കുറച്ചും കൂടെ ഇക്വേഷൻസ് വരുന്നത് ഇവിടെയാണ് കേട്ടോ. നോക്ക്,
GDP at factor cost. അപ്പോൾ ആദ്യം ഡൗട്ട് ചോദിക്കും, എന്താ ഈ ഫാക്ടർ കോസ്റ്റും എന്താ ഈ മാർക്കറ്റ് പ്രൈസും എന്ന്. ഫാക്ടർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ അതിന് കൊടുക്കുന്ന റെമ്യൂണറേഷനെ ബേസ് ചെയ്തിട്ട് ഫാക്ടർ കോസ്റ്റ് എന്നാണ് അതുണ്ട്. അതാണ് നമ്മുടെ GDP at ഫാക്ടർ കോസ്റ്റ്. മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ വ്യത്യാസമുണ്ട്. ആ സാധനം പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് കൊടുക്കുന്ന മാർക്കറ്റ് പ്രൈസ് രണ്ടാണ് കേട്ടോ. ഫാക്ടർ കോസ്റ്റ് ഉണ്ട്, മാർക്കറ്റ് എങ്ങനെ വേണമെങ്കിലും കാണാം. ഫാക്ടർ കോസ്റ്റിലും കാണാം, പിന്നെ മാർക്കറ്റ് പ്രൈസും കാണാം, അതേപോലെ എന്തുണ്ട് ഫാക്ടർ കോസ്റ്റും കാണാം. ഇത് ഇങ്ങനെയൊന്നും ഇല്ല, ഇത് കാണുമ്പോൾ എന്താന്നേ ഉള്ളൂ. നമ്മൾ ആദ്യം GDP എന്താണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. യെസ്, നമ്മൾ ഇങ്ങനെ ഓരോ എന്താണ് നമ്മൾ ഇക്വേഷൻസ് പഠിക്കും കേട്ടോ. ഇക്വേഷൻസ് പഠിക്കാതെ ഒരു രക്ഷയില്ല, അതാണ് ഇതിന്റെ പ്രത്യേകത. GDP എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടോട്ടൽ മണി വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എൻ ഇക്കോണമി ഡ്യൂറിങ് എ ഇയർ. അതായത് ഒരു വർഷം നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കുന്ന എന്താണ് ഹിമാലയത്ത് പോണോ GDP എന്ന് പറയുന്നത് ഒരു രാജ്യത്ത് ഒരു കൊല്ലം ഉണ്ടാക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മണി വാല്യൂ ആണ് GDP. ദിസ് ഇസ് സെയിം ആസ് അവർ നാഷണൽ ഇൻകം അല്ലേ. ഇത് നമ്മുടെ എന്തിനോട് തുല്യമാണ്? നാഷണൽ ഇൻകത്തിനോട് തുല്യമാണ്. ഒരു 10 അരമണിക്കൂറും കൂടെ ഉള്ളൂ, കഴിഞ്ഞു, നമ്മൾ നിർത്തുക കേട്ടോ. Now comes the ഇതാണ് നമ്മുടെ 3 മെത്തേഡ്. മക്കൾക്ക് ഇത് ഓർമ്മയുണ്ടോ? ഇത് ഏതാ? GDP. ഇത് നമ്മുടെ ഔട്ട്പുട്ട് മെത്തേഡാണ് അല്ലേ. ഇത് ഔട്ട്പുട്ട് മെത്തേഡ്. ഇത് ഏത് മെത്തേഡ്? ദിസ് ഈസ് അവർ ഇൻകം മെത്തേഡ് അല്ലേ. ദിസ് ഈസ് അവർ എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ഇതെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് GDP at മാർക്കറ്റ് പ്രൈസ്. നിങ്ങൾക്ക് GDP at മാർക്കറ്റ് പ്രൈസ് കിട്ടും കണ്ടോ. അപ്പോൾ ഫോർമുല നോക്ക്. GDP at മാർക്കറ്റ് പ്രൈസ് കാണാൻ റെന്റും വേജും ഇൻട്രസ്റ്റും പ്രോഫിറ്റും അത് മാത്രം കൂട്ടിയാൽ മതി. ഇത് കാണാൻ ഇതങ്ങനെ കൂട്ടി വെച്ചാൽ മതി. നേരെ മറിച്ച് GDP at ഫാക്ടർ കോസ്റ്റ് കാണാൻ എന്ത് ചെയ്താൽ മതി? നമ്മൾ ഈ കിട്ടിയ GDP at മാർക്കറ്റ് പ്രൈസിന് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കുറച്ചാൽ മതി. അങ്ങനെയാണ് ഇക്വേഷൻ പഠിക്കേണ്ടത്. GDP at മാർക്കറ്റ് പ്രൈസ് കാണാൻ മക്കളെ നിങ്ങൾക്ക് ഈ ഫസ്റ്റ് മെത്തേഡ് ആണെങ്കിൽ നിങ്ങൾ എല്ലാം കൂടെ ആഡ് ചെയ്താൽ മതി. സെക്കൻഡ് മെത്തേഡ് ആണെങ്കിൽ ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ മതി. മൂന്നാമത്തെ മെത്തേഡ് നമ്മുടെ എക്സ്പെൻഡിച്ചർ മെത്തേഡ് ഇങ്ങനെയാണ്. പക്ഷേ ഫാക്ടർ കോസ്റ്റ് കാണാൻ എന്ത് ചെയ്താൽ മതി? നമുക്ക് ഈ കിട്ടിയ GDP at മാർക്കറ്റ് പ്രൈസ് എന്ന് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ത് ചെയ്താൽ മതി? കുറച്ചാൽ മതി. ഇക്വേഷൻസ് മാത്രം പഠിച്ചു വെക്കുക കേട്ടോ. Now the second one, GNP. അപ്പൊ GDP കഴിഞ്ഞു, GDP at മാർക്കറ്റ് പ്രൈസും കഴിഞ്ഞു, GDP at ഫാക്ടർ കോസ്റ്റും കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് എന്താണ്? GNP, ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് ആണ്. ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് കാണാൻ എന്താ ഫോർമുല നോക്ക്. ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് at മാർക്കറ്റ് പ്രൈസ് കാണാൻ GDP at ഫാക്ടർ കോസ്റ്റ് പ്ലസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് പ്ലസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് എല്ലാം കൂടെ. ഇത് രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ, രണ്ടാന്ന് വിചാരിക്കേണ്ട. എന്ത് ചെയ്താൽ മതി? എല്ലാം കൂടെ ആഡ് ചെയ്താൽ മതി. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് at ഫാക്ടർ കോസ്റ്റിന്റെ കൂടെ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്, നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് എൻ അബണ്ടന്റ് വാല്യൂ കേട്ടോ. അതാണ് നമ്മുടെ എന്ത്? ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്. മനസ്സിലായോ? ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് at മാർക്കറ്റ് പ്രൈസ് അതുണ്ട് കേട്ടോ. ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് at മാർക്കറ്റ് പ്രൈസ്. ഇക്വേഷൻ പഠിക്കണം. ഈ ഇക്വേഷൻ പഠിച്ചാൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പ്രോബ്ലം ചെയ്യാൻ കഴിയും കേട്ടോ. ഇനി അടുത്തത് NDP. നോക്കിയേ, NDP എന്താണ്? വാട്ട് ഇസ് NDP? നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആണെന്ത്? NDP. മക്കളെ ഇതില് ഓക്കെ, നൗ കംസ് നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് at മാർക്കറ്റ് പ്രൈസ് കാണാൻ GNP, ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് at ഫാക്ടർ കോസ്റ്റ് മൈനസ് ഡിപ്രീസിയേഷൻ മൈനസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് പ്ലസ് NIT, നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. NNP ഉണ്ട്, വരുന്നുണ്ട്, NNP വരും കേട്ടോ. ഇത് നെറ്റ് പ്രോഡക്റ്റ് at മാർക്കറ്റ് പ്രൈസ്. അങ്ങനെയാണെങ്കിൽ നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് at മാർക്കറ്റ് പ്രൈസ്. നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് at ഫാക്ടർ കോസ്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ കിട്ടിയതിൻ്റെ കണ്ടോ, ഈ കിട്ടിയതിൻ്റെ കൂടെ എന്ത് മൈനസ് ചെയ്യണം? നെറ്റ് ഡൊമസ്റ്റിക് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് കിട്ടും. അടുത്ത നോക്ക്, NNP. ആരാണ് NNP ഇപ്പോൾ ചോദിച്ചത്? NNP. യെസ്, NNP എന്ന് പറഞ്ഞാൽ ഇവിടെ കാണുന്നുണ്ടോ എന്തോ? ഇതാ, ഇത് NNP at മാർക്കറ്റ് പ്രൈസ് ആണ്. ഓക്കെ, ഇത് മാർക്കറ്റ് പ്രൈസ് ആണ്. ഇത് NNP at മാർക്കറ്റ് പ്രൈസ്. അതായത് NDP at ഫാക്ടർ കോസ്റ്റ് പ്ലസ് NFIA പ്ലസ് നെറ്റ്. ഇതൊക്കെ കൂട്ടിയാൽ മതി, എല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ മതി. ഇതും അത് തന്നെയാണ് കണ്ടോ. എല്ലാം കൂടെ എന്ത് ചെയ്താൽ മതി? കൂട്ടിയാൽ മതി.
ദെൻ NNP ഇത് തന്നെ സെയിം സാധനം കേട്ടോ. ഇത് കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ പഠിക്കാൻ. ഓക്കെ, അപ്പോൾ എല്ലാ ഐഡൻറ്റിറ്റീസുമായി ഇതാ നമ്മൾ തുടങ്ങിയത് ഇവിടെ നിന്നാണ്. GDP കാണാനാണ്. ഓക്കെ, ദെൻ കംസ് വാട്ട് ഓക്കെ ഇതാ വെയിറ്റ് നമ്മൾ കണ്ടത് ഓക്കെ നമ്മൾ കണ്ടത് ഇവിടെ നോട്ടാ അല്ലേ. ഇതാ GDP അറ്റ് മാർക്കറ്റ് പ്രൈസ്. നൗ കംസ് GNP, NDP, NNP. 4 കേട്ടോ. ഇനിയുണ്ട് അടുത്തത്. ഓക്കെ, യെസ്, പേഴ്സണൽ ഇൻകം. അടുത്തതാണ് പേഴ്സണൽ ഇൻകം. ഇത് പരീക്ഷയ്ക്ക് പേഴ്സണൽ ഇൻകം, അതായത് ഒരു വ്യക്തിയുടെ വരുമാനം, പേഴ്സണൽ ഇൻകം എന്ന് പറയുന്നത് എന്തൊക്കെ കൂടിയിട്ടാണെന്നറിയാം? ഇൻകം ഓഫ് ഹൗസ് ഹോൾഡ് ഫ്രം ഓൾ സോഴ്സസ് ഇൻ എ ഇയർ. ഒരു വ്യക്തിക്ക് ഒരു കൊല്ലം ഏതൊക്കെ സോഴ്സിൽ നിന്ന് വരുമാനം ഉണ്ടോ ഉണ്ട്. അടുത്തത് നോമിനൽ ആൻഡ് റിയൽ GDP അതും പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് കേട്ടോ. അതായത് ഒരു വർഷം ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു ഹൗസിന് കിട്ടുന്ന മൊത്തം വരുമാനമാണ് നമ്മുടെ എന്ത് പേഴ്സണൽ ഇൻകം. അതിൽ എന്തൊക്കെ ഉൾപ്പെടും എന്നറിയാം മക്കളെ? ഒരു പേഴ്സണൽ ഇൻകം ആണെങ്കിൽ കുറേ സാധനങ്ങൾ മൈനസ് ചെയ്യണം, കുറേ സാധനങ്ങൾ പ്ലസ് ചെയ്യണം. നോക്കിയേ, NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് ആദ്യം കണ്ടുപിടിച്ചിട്ട് അതിനകത്ത് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് മൈനസ് ചെയ്യുക, കോർപ്പറേറ്റ് ടാക്സ് മൈനസ് ചെയ്യുക, നെറ്റ് ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ് നമുക്ക് ആർക്കെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അത് മൈനസ് ചെയ്യുക. ഓക്കെ, കൊടുക്കാനുണ്ടെങ്കിൽ മൈനസ് ചെയ്യുക, കിട്ടാനുള്ളത് എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. കണ്ട? അപ്പോൾ ഇത് ഇങ്ങനെ പഠിച്ചു വെക്കുക. NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് മൈനസ് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്, കോർപ്പറേറ്റ് ടാക്സ് മൈനസ് നെറ്റ് ഇൻട്രസ്റ്റ് പേയ്മെന്റ് മെയ്ഡ് ബൈ ഹൗസ് ഹോൾഡ് പ്ലസ് നെറ്റ് കറന്റ് ട്രാൻസ്ഫർ ടു ദ ഹൗസ് ഹോൾഡ്. അതായത് ഹൗസ് ഹോൾഡിന് വന്ന വരുമാനം അത് ആഡ് ചെയ്യണം, കൊടുത്തത് എന്ത് ചെയ്യണം? കിഴിക്കണം, കുറയ്ക്കണം. ഓക്കെ, അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് കുറയ്ക്കണം, കോർപ്പറേറ്റ് ടാക്സ് മൈനസ് ചെയ്യണം. നിങ്ങൾ ഇത് പഠിക്കുമ്പം എങ്ങനെയാ പഠിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് ബൈ ഹാർട്ട് പഠിച്ചേ പറ്റൂ. എന്നിട്ട് ചിന്തിക്കുക എന്തൊക്കെയാണ് കുറയ്ക്കേണ്ടത്. അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് കുറച്ചോളൂ, കോർപ്പറേറ്റ് ടാക്സ് കുറച്ചോളൂ. ഓക്കെ, നെക്സ്റ്റ് ഇന്ത്യൻ നെറ്റ് ഇൻട്രസ്റ്റ് പേയ്മെന്റ് മെയ്ഡ് ബൈ ഹൗസ് ഹോൾഡ് കുറച്ചോളൂ കേട്ടാ. ഇനി നെറ്റ് കറന്റ് ട്രാൻസ്ഫർ ടു ദ ഹൗസ് ഹോൾഡ് എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. ബാക്കി എല്ലാ സാധനങ്ങളും നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഇതിൻ്റെയൊക്കെ വാല്യൂ തരും. NNP അറ്റ് ഫാക്ടർ കോസ്റ്റിന്റെ വാല്യൂ തരും, അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് കൊണ്ട് വാല്യൂ തരും, കോർപ്പറേറ്റ് ടാക്സിന്റെ വാല്യൂ തരും, ഇതിൻ്റെയൊക്കെ വാല്യൂ തരും. ഈ വാല്യൂസ് ഈ ഇക്വേഷനിൽ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ക്ലിയർ? ഇത് പരീക്ഷയ്ക്ക് എപ്പോഴോ ഒന്ന് ചോദിച്ചതായിട്ട് ഓർമ്മയുണ്ട്. അടുത്തതാണ് PDI. PDI എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം. മക്കളെ, എൻ്റെ വരുമാനം സപ്പോസ് 50,000 റുപ്പീസ് ആണ് എൻ്റെ പെർ മന്ത് സാലറി എങ്കിൽ ഇമാജിൻ ഈ 50,000 രൂപയും എൻ്റെ പേഴ്സണൽ ഇൻകം ആണ്. പക്ഷേ ഇത് എൻ്റെ ഡിസ്പോസിബിൾ ഇൻകം അല്ല. കാരണം ഈ 50,000 രൂപയും എനിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ഇതിന്ന് ഞാൻ എന്തൊക്കെയോ കൊടുക്കാനുണ്ട്. ടാക്സ് കൊടുക്കണം, നോൺ ടാക്സ് പേയ്മെന്റ്സ് ഒക്കെ കുറച്ച് എല്ലാം കൊടുത്തു കഴിഞ്ഞ് ബാക്കി എനിക്കുള്ളത് എത്രയുള്ളൂ? 40,000. ഇതാണ് മക്കളെ എന്ത്? എൻ്റെ പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം. എനിക്ക് വിനിയോഗിക്കാവുന്ന, എനിക്ക് ചെലവാക്കാൻ കഴിയുന്ന വരുമാനമാണ് മൈ പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം. 50,000 കിട്ടുന്നുണ്ട്, 50,000 എനിക്ക് തീർക്കാൻ പറ്റില്ല, എടുത്ത് പെരുമാറാൻ പറ്റില്ല. കാരണം അതിൽ കുറേ സാധനങ്ങൾ എനിക്ക് കുറയ്ക്കാണ്ട്. ഒന്ന്, ഞാൻ ടാക്സ് കൊടുക്കണം, 50,000 ടാക്സ് കൊടുത്തു. ഓക്കെ, നോൺ ടാക്സ് പേയ്മെന്റ്സ് ഉണ്ട്, അതൊക്കെ കൊടുത്തു കേട്ടോ. ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വരുമാനമാണ് എൻ്റെ എന്ത്? പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം. പേഴ്സണൽ ഇൻകം എൻ്റെ 50,000 ആണ്. അതിനകത്ത് ഇത് കുറച്ചു. ഓക്കെ, ഇത് ഞാനൊരു എത്രയാ? 50,000 10,000 അല്ലേ? ഇതൊരു 5,000 കൊടുത്തു, ഇതും ഒരു 5,000 കൊടുത്തു. അപ്പോൾ എൻ്റെ 10,000 പോയാച്ച്. ബാക്കിയുള്ള എൻ്റെ എന്താണ്? 40,000 ആണ് എൻ്റെ എന്ത്? പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം. പിന്നെ എനിക്കുള്ള എൻ്റെ കൺസംഷൻ പ്ലസ് സേവിങ്സ്. ഓക്കെ, കൺസംഷനും സേവിങ്ങും ആഡ് ചെയ്താലും കിട്ടും. ഓക്കെ, ഇനിയാണ് നമ്മുടെ ആരോ എന്നോട് അവിടെ നിന്ന് ചോദിച്ചു റിയൽ ഇൻകം ഇല്ലേ, നോമിനൽ ഇതില്ലേ, ഇതൊക്കെ ഇപ്പോൾ വരുന്നുണ്ട് കേട്ടോ. മണി നാഷണൽ ഇൻകം എന്താണ് അത് എന്ന് ചോദിച്ചാൽ, മണി നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ നാഷണൽ ഇൻകം ഈസ് കാൽക്കുലേറ്റഡ് അറ്റ് ഏത് പ്രൈസ് ആണ്? നാഷണൽ ഇൻകം ഈസ് കാൽക്കുലേറ്റഡ് അറ്റ്, ഇതാണ് ഇമ്പോർട്ടൻറ്റ്, കറന്റ് ഇയർ പ്രൈസ് കേട്ടോ. അതായത് നമ്മൾ നാഷണൽ ഇൻകം കൂട്ടുന്നത് ആ കൊല്ലത്തെ വിലയാണ്. ഇപ്പം ഈ കൊല്ലം ഒരു കൊടയുടെ വില 500 രൂപയാണെങ്കിൽ, ഓക്കെ, ഒരു കൊടയുടെ വില 500 രൂപയാണ്. ഈ കൊല്ലത്തെ നാഷണൽ ഇൻകം ആണ്. അപ്പോൾ ഈ എന്താ പറയുക, ഈ കൊല്ലം ഉണ്ടാക്കിയ കൊടയുടെ വില 500 ആണ്. ആ 500 എടുത്തിട്ട് നമ്മൾ നാഷണൽ ഇൻകം ആഡ് ചെയ്യുന്നു.
അങ്ങനെയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് നോമിനൽ നാഷണൽ ഇൻകം. കണ്ടോ, അതിനെ വിളിക്കുന്ന പേരാണെന്ത്? നോമിനൽ നാഷണൽ ഇൻകം. അപ്പൊ നോമിനൽ നാഷണൽ ഇൻകത്തിൽ നമ്മൾ ഏത് ഇയർ ആണ് എടുക്കുന്നത്? കറന്റ് ഇയർ പ്രൈസ് ആണ് എടുക്കുന്നത്. മക്കളെ, സെക്കൻഡ് ട്വിസ്റ്റ്, ഇതിൽ ലോജിക് ഉണ്ട്. എല്ലാ രാജ്യവും അവരുടെ നാഷണൽ ഇൻകം കാൽക്കുലേഷൻ നടത്തുന്ന രീതികളാണ് ഈ പറഞ്ഞത് കേട്ടോ. ഓക്കെ, ഇനി സപ്പോസ് current prices are the prices of goods and services at the production prevailing year prices. അതായത് നമ്മൾ ഈ കൊല്ലം ഉണ്ടാക്കിയ കൊടയുടെ ഒന്നിന്റെ വില 500 രൂപ. ആ 500 രൂപ ഇട്ടിട്ട് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുക. എല്ലാ കൊടയുടെയും വില 500 രൂപ. കാരണം എന്താണ്? നമ്മൾ ഈ കൊല്ലം ഉണ്ടാക്കിയ സാധനത്തിന്റെ വിലയാണ് എടുക്കുന്നത്, കറന്റ് ഇയർ ആണ് എടുക്കുന്നത്. അതാണ് നോമിനൽ നാഷണൽ ഇൻകം. അങ്ങനെയാണെങ്കിൽ എന്താണ് റിയൽ നാഷണൽ ഇൻകം? ഓക്കെ, റിയൽ നാഷണൽ ഇൻകം എന്ന് പറയുന്നത് നമ്മൾ എവിടെ എടുക്കുന്നത്? In the calculation of national income, we consider the value of goods and services in terms of base year. കണ്ടോ, കഴിഞ്ഞ കൊല്ലത്തെ വിലയിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ കൊല്ലത്തെ നാഷണൽ ഇൻകം കാണും. We get real national income. Base year is the year for the comparison. ഇപ്പം ഇത് 2024 ഞാൻ നാഷണൽ ഇൻകം കാൽക്കുലേഷൻ നടത്തുമ്പോൾ ഞാൻ 2023 കൊടയുടെ വില 400 രൂപ ഇട്ടിട്ട് അങ്ങോട്ട് കൂട്ടും. ഈ ഇയറിൽ തന്നെ എടുക്കുകയാണെങ്കിൽ ഞാൻ അതിനെ നോമിനൽ നാഷണൽ ഇൻകം എന്ന് വിളിച്ചായിരുന്നു, നോമിനൽ. പക്ഷേ കഴിഞ്ഞ കൊല്ലത്തെ വിലയിട്ടാണ് ഞാൻ ഈ കൊല്ലത്തെ നാഷണൽ ഇൻകം കാണുന്നതെങ്കിൽ അതെന്താണ്? എൻ്റെ റിയൽ നാഷണൽ ഇൻകം ആണ്. അപ്പൊ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നോമിനൽ ആണെങ്കിൽ അവിടെ വരുന്നത് കറന്റ് ഇയർ ആണ്. നേരെ മറിച്ച് റിയൽ ആണെങ്കിൽ നമ്മൾ എന്താ വരുന്നത്? ബേസ് ഇയർ ആണ്. കഴിഞ്ഞ കൊല്ലത്തെ വിലയിട്ടിട്ടാണ് കാണുന്നത്. യെസ്, റിയൽ GDP ബേസ് ഇയർ ആണ്, നോമിനൽ GDP കറന്റ് ഇയർ ആണ്. ബേസ് ഇയർ, ഓക്കെ, കറന്റ് ഇയർ ആണ്. ഇതാണ് വ്യത്യാസം, റിയൽ GDP, നോമിനൽ GDP. ക്ലിയർ? നൗ സെക്കൻഡ് ട്വിസ്റ്റ്. നൗ കംസ് GDP ഡിഫ്ലേറ്റർ. ഇതാണ് പരീക്ഷയ്ക്ക് പ്രോബ്ലം ചെയ്യാനുണ്ടാവുക. GDP ഡിഫ്ലേറ്റർ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് നോമിനൽ GDP ടു ദ റിയൽ GDP. കണ്ടോ, അതിന്റെ ഫോർമുല പഠിക്കണം. എന്താ? നോമിനൽ GDP ഡിവൈഡഡ് ബൈ റിയൽ GDP ഇൻറ്റു 100. മക്കളെ, നോമിനൽ GDPനെ നമുക്ക് എങ്ങനെ എഴുതാമെന്നറിയോ? ക്യാപിറ്റൽ ലെറ്റർ GDP എന്ന് എഴുതാം. റിയൽ GDPനെ നമ്മൾ എന്തെഴുതും? സ്മോൾ ലെറ്റർ GDP എന്ന് എഴുതാം, ഇൻറ്റു 100. ഇതും എന്ത് തന്നെയാണ്? GDP ഡിഫ്ലേറ്റർ ആണ്. ഓക്കെ, ഇനിയിപ്പം ദ റേഷ്യോ ഓഫ് നോമിനൽ GDP ടു റിയൽ GDP എന്നറിയില്ലെങ്കിൽ യു ജസ്റ്റ് സ്റ്റഡി ദിസ് ഫോർമുല. ഈ ഫോർമുല പഠിക്കൂ. നോമിനൽ GDP ഡിവൈഡഡ് ബൈ റിയൽ GDP ഇൻറ്റു 100 ആണ്. ഇനി ഇത് വെച്ചുകൊണ്ട് പ്രോബ്ലം എന്താണെന്നറിയാം? ഫൈൻഡ്, ഇനി അതൊരു ഫൈൻഡ് GDP ഡിഫ്ലേറ്റർ. ഇങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട് കേട്ടോ, 2 മാർക്കിന്. അതായത് 2023 GDP is this 1000. 2024 GDP is 1100. എന്നിട്ട് ചോദിക്കും ഫൈൻഡ് GDP ഡിഫ്ലേറ്റർ. അപ്പൊ നമ്മൾ ഫോർമുല എഴുതും. എന്താ ഫോർമുല? നോമിനൽ GDP ഡിവൈഡഡ് ബൈ റിയൽ GDP ഇൻറ്റു 100. മക്കളെ, ഈ ഇയറിന് നോമിനലും കറണ്ടും എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും? ഇതില് കറന്റ് ഇയർ ഏതാ വരുന്നത്? കറന്റ് ഇയർ വരുന്നത് നോമിനൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കറന്റ് ഇയർ ആണ്. അങ്ങനെയാണെങ്കിൽ 2024 അല്ലേ കറന്റ് ഇയർ? യെസ്, ലിജി ടെൽ മീ. ടെൽ മീ. യെസ്, 24. അതായത് 2024 കറന്റ് അല്ലേ? ഇതാണ് കറന്റ്. ഡിവൈഡഡ് ബൈ ഇത് റിയൽ GDP ആണ്, ബേസ് ഇയർ. യെസ്, അപ്പൊ എത്രയാ? 1000 ഇൻറ്റു 100. വാട്ട് ഇസ് ആൻസർ? ആൻസർ ഒന്നുമില്ല. വെട്ടി. ആൻസർ ഈസ് 110. മനസ്സിലായോ? ഇതാണ് നമ്മുടെ GDP ഡിഫ്ലേറ്റർ. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഡിഫൈൻ GDP ഡിഫ്ലേറ്റർ ചോദിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ തന്നിട്ട് പ്രോബ്ലം GDP കണ്ടുപിടിക്കാൻ പറയും. 1 വേർഡ് ബ്രാക്കറ്റിൽ ഉണ്ടാവും. GDP ഡിഫ്ലേറ്റർ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് കുറേ ഫോർമുലാസ് തരും. അപ്പോൾ ഇത് കണ്ടുപിടിക്കണം. ഇവിടെ വേറൊരു കുഴപ്പം കൂടി ഉണ്ട് കേട്ടോ. ചിലപ്പം ഇങ്ങനെയായിരിക്കും GDP. ഇങ്ങനെയാണെങ്കിലും നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം GDP. ഇങ്ങനെയാണെങ്കിൽ ഇത് കറക്റ്റ് ആണ്.
കാരണം ക്യാപിറ്റൽ ലെറ്റർ GDP എന്ന് പറയുന്നത് നോമിനൽ ആണെന്നും ഇതെന്താണ് മക്കളെ റിയൽ ആണെന്നും നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ. ചിലപ്പോൾ ബ്രാക്കറ്റിൽ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇത് അറിയില്ലേ എന്ന് പറഞ്ഞ് വരരുത്, ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഓക്കെ, നൗ കംസ് ദ നെക്സ്റ്റ് വൺ. നമ്മൾ ലാസ്റ്റിലേക്ക് കിടക്കുക കേട്ടോ. നമ്മൾ ലാസ്റ്റിലേക്ക് എത്തി തുടങ്ങി. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നമ്പർ. ഇത് നിങ്ങൾ കഴിഞ്ഞ കൊല്ലം ഇൻഡെക്സ് നമ്പറിൽ പഠിച്ചിട്ടുണ്ടാവും. റീറ്റെയിൽ പ്രൈസ് ഇൻഡെക്സ് നമ്പർ, അതിന് വിളിക്കുന്ന പേര് ഓർമ്മയുണ്ടല്ലോ, കോസ്റ്റ് ഓഫ് ലിവിംഗ് ഇൻഡെക്സ് നമ്പർ എന്നാ. റീറ്റെയിൽ പ്രൈസ് ഇൻഡെക്സ് നമ്പർ, കോസ്റ്റ് ഓഫ് ലിവിംഗ് ഇൻഡെക്സ് നമ്പർ, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നമ്പർ, ഓർമ്മയുണ്ടോ? കഴിയാറായി. കോസ്റ്റ് ഓഫ് ലിവിംഗ് ഇൻഡെക്സ് നമ്പർ അതൊക്കെ ഉണ്ട്. ഇത് the ratio cost of purchase of basket of goods at current purchase to the cost of purchase to the same basket goods at a constant price ആണ്. അതായത് നമ്മൾ കുറേ സാധനങ്ങൾ ഒരു ബാസ്ക്കറ്റിൽ വാങ്ങിച്ചു വെച്ചു. അതായത് 2024 ഒരു ബാസ്ക്കറ്റിൽ കുറേ സാധനങ്ങളുണ്ട്. 2023 ആ സെയിം ബാസ്ക്കറ്റാണ് സാധനങ്ങൾ, സെയിം സാധനം. ഇതിലും പഞ്ചസാര അരിയുണ്ട്, ഇതിലും പഞ്ചസാര അരിയുണ്ട്. നമ്മൾ എന്നിട്ട് കമ്പയർ ചെയ്യാണ്, റേഷ്യോ കമ്പയർ ചെയ്യുക. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ ചിലപ്പോൾ 2000 രൂപയായിരിക്കും, ഇവിടെ ചിലപ്പം 1500 രൂപയായിരിക്കും. അപ്പോൾ നമുക്ക് പറയാം യെസ്, കോസ്റ്റ് ഓഫ് ലിവിങ് ഹാസ് ഇൻക്രീസ്ഡ് അല്ലേ. കോസ്റ്റ് ഓഫ് ലിവിങ് ഇവിടെ 1500 ഉള്ളത് ഇവിടത്തേക്ക് എത്രയായി? 2000 ആയി. സെയിം എമൗണ്ട് ഓഫ് ഗുഡ്സ് ആണ്, സെയിം സാധനങ്ങളാണ്, ഒക്കെയാണ്, അളവിലും തൂക്കത്തിലും ഒന്നും വ്യത്യാസമില്ല, പക്ഷേ കൂടി. അതാണ് കോസ്റ്റ് ഓഫ് ലിവിംഗ് ഇൻഡെക്സ് നമ്പർ. നമുക്ക് അതിന് ഉപയോഗിക്കുന്നതാണ് കേട്ടോ. നോക്കിയേ, ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് നമ്പർ WPI, ഓർമ്മയുണ്ടോ? ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് നമ്പർ, പ്രൈസ് ഇൻഡെക്സ് നമ്പർ ഓഫ് ഗുഡ്സ് വിച്ച് ആർ ട്രേഡഡ് ഇൻ ബൾക്ക്. അതായത് കുറേ പ്രൊഡ്യൂസർ, യെസ്, ഐസോകോണ്ട് പ്രൊഡക്ഷൻ ആണ്, ഇൻഡിഫറൻസ് കർവ് കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ ആണ് കേട്ടോ. അത് നമ്മുടെ അല്ല, അത് നമ്മൾ മൈക്രോ എക്കണോമിക്സിലാണ്. അതായത് പ്രൈസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ട്രേഡഡ് ഇൻ ബൾക്ക്. നമ്മൾ സാധനങ്ങൾ ബൾക്കായിട്ട് വാങ്ങിക്കുക, ഹോൾസെയിൽ വിലയിൽ വാങ്ങിക്കുമ്പം ഉണ്ടാവുന്ന പ്രൈസ് ഇൻഡെക്സ്, ഇതാണ് നമ്മൾ ഉപയോഗിക്കാറ്. ഇൻ USA ഇറ്റ് ഈസ് നോൺ ആസ് PPI, പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് നമ്പർ കേട്ടോ. കഴിഞ്ഞു. GDP ഡിഫ്ലേറ്റർ, നമ്മുടെ കൺസ്യൂമർ പ്രൈസും ഹോൾസെയിൽ പ്രൈസും നമ്മൾ വ്യത്യാസമാണ്. GDP ഡിഫ്ലേറ്ററിൽ വി കൺസിഡർ ദ വാല്യൂ ഓഫ് ഓൾ ഗുഡ്സ്. നമ്മൾ എല്ലാ സാധനത്തിൻ്റെ വില എന്ത് ചെയ്യുന്നുണ്ട്? GDP ഡിഫ്ലേറ്ററിൽ കാണുന്നുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ ആരുടെ മാത്രമേ കാണുന്നുള്ളൂ? കൺസ്യൂമർ ഗുഡ്സ് മാത്രമേ ഉള്ളൂ. ഇവിടെ ഇമ്പോർട്ടഡ് ഗുഡ്സ്, ഇറക്കുമതി ചെയ്ത സാധനങ്ങൾ എടുക്കുന്നില്ല, പക്ഷെ ഇവിടെ നമ്മൾ ഇമ്പോർട്ടഡ് ഗുഡ്സ് ഒക്കെ എടുക്കും. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നമ്പർ. ഇവിടെ വെയിറ്റ് ഡിഫറെൻ്റ് ആണ്, ഇവിടെ വെയിറ്റ്സ് എന്താണ്? കോൺസ്റ്റന്റ് ആണ്, അളവിലും തൂക്കത്തിലൊന്നും മാറ്റമില്ല കേട്ടോ. ഇത് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഡിഫറൻസ് ബിറ്റ്വീൻ GDP ഡിഫ്ലേറ്റർ, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നമ്പർ ആൻഡ് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് നമ്പർ. Now comes the last topic, GDP and welfare. മക്കളെ, ഇതൊരു 3 മാർക്കിന് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അതായത് എന്താണ് GDPയും വെൽഫെയറും തമ്മിൽ ബന്ധമുണ്ടോ ഇല്ലയോ? Are you all here? ഞാൻ പോണുടി ആരോട്? ഓക്കെ, GDPയും വെൽഫെയറും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അതാണ് ക്വസ്റ്റ്യൻ. യെസ് മിസ്, ബന്ധമുണ്ട്. എന്താ ബന്ധം? അതാണ് അടുത്ത് എനിക്ക് അറിയേണ്ടത്. വാട്ട് ഈസ് ദ റിലേഷൻ? GDP എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്ത് സാധനങ്ങളും സേവനങ്ങളും ഉണ്ടാക്കുന്നത് കൂടുതലാണ്. GDP കൂടുതലാണെങ്കിൽ വെൽഫെയർ എന്താ മക്കളെ? വെൽഫെയർ എന്തായിരിക്കും? ആ രാജ്യത്തെ വെൽഫെയർ എന്തായിരിക്കും? പറയൂ, വെൽഫെയർ എന്തായിരിക്കും? നെസ്കോ, ഞാൻ പോവുകയാണ്, വിശന്നിട്ടുണ്ടാവും അല്ലെ, ഞാൻ നിർത്താനും പോവുകയാണ്. യെസ്, കൗസു സേഡ് വെൽഫെയർ ഓൾസോ വിൽ ഇൻക്രീസ്. ഒരു രാജ്യത്ത് ഇഷ്ടംപോലെ സാധനങ്ങളും സേവനങ്ങളും ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ പറയും ആ രാജ്യത്തിന്റെ GDP ഈസ് വെരി ഹൈ. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ രാജ്യത്തിന്റെ വെൽഫെയറും എന്തായിരിക്കും? കൂടുതലായിരിക്കും. നേരെ മറിച്ച് വെൻ GDP ഈസ് ലോ, GDP കുറവാണെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ ടു അവർ വെൽഫെയർ? നമ്മുടെ വെൽഫെയറിന് എന്ത് സംഭവിക്കും? പാവം, ഒരു രാജ്യത്ത് തിന്നാനും കുടിക്കാനും ഒന്നും സാധനങ്ങൾ ഉണ്ടാക്കുന്നില്ല. വാട്ട് വിൽ ഹാപ്പൻ ടു ദിയർ വെൽഫെയർ? വെൽഫെയർ വിൽ ഡിക്രീസ്. അവരുടെ ക്ഷേമം എന്ത് ചെയ്യും? കുറയും. ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കിയേ, GDP പിന്നെയും മീനിങ് ആണ് കേട്ടോ. GDP, when GDP increases, welfare also increases. When GDP falls, welfare also falls. അപ്പോൾ GDPയും വെൽഫെയറും തമ്മിൽ ക്ലോസ്ലി റിലേറ്റഡ് ആണെന്ന് നമ്മൾ പറയും. യെസ്, അങ്ങനെയാണെങ്കിൽ നമ്മൾ GDP എന്ന് പറയുന്നത് ആസ് എ മെഷർ ഓഫ് വെൽഫെയർ ആണോ? അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ പറയും ആണ് എന്നാണ് പറയുക. പക്ഷേ എല്ലായ്പ്പോഴും ഒരു രാജ്യത്തിൻ്റെ വെൽഫെയർ മെഷർ ചെയ്യാൻ GDP എടുത്തുകൂടാ.
മനസ്സിലായോ? നമ്മൾ പറയും GDP ഈസ് എ ഗുഡ് ഇൻഡിക്കേറ്റർ ടു മെഷർ ദ വെൽഫെയർ എന്നൊക്കെ നമ്മൾ പറയും. നമ്മുടെ രാജ്യത്തിന്റെ വെൽഫെയർ മെഷർ ചെയ്യാൻ നമുക്ക് GDP എടുത്താൽ മതി, GDP കൂട്ടിക്കഴിഞ്ഞാൽ വെൽഫെയർ കൂടി എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ അത് ശരിയല്ല. ഓ മൈ ഗുഡ്നസ്, നമ്പറൊക്കെ വരുന്നുണ്ട്, ഫോൺ നമ്പർ ആർക്കാണാവോ, ആരെയാണ് വിളിക്കേണ്ടത്? ഓക്കെ, അപ്പം നമ്മുടെ വെൽഫെയർ നമുക്ക് എന്ത് ചെയ്യും, കൂടും എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ എല്ലായ്പ്പോഴും GDP ഒരു നല്ല ഇൻഡിക്കേറ്റർ അല്ല. മനസ്സിലായോ? അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ അല്ല എന്ന് പറയുന്നത്? നമ്മുടെ ലാസ്റ്റ് ടോപ്പിക് ഓഫ് ദിസ് ലെസൺ ആണ് കേട്ടോ. ഇത് മാം പറഞ്ഞു 3 മാർക്കിന് ക്വസ്റ്റ്യൻ ഉണ്ടാവും. GDP ആൻഡ് വെൽഫെയർ ചാടിക്കേറി ഈ പോയിന്റ്സ് എഴുതി വെച്ചോളുക. ഓക്കെ, നോക്കിയേ മക്കളെ, ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത് ആണ്. നമ്മുടെ രാജ്യത്ത് വെൽത്ത് ഒക്കെ കണ്ടമാനം ഉണ്ട്, അതായത് രാജ്യത്ത് ഇൻകവും വെൽത്ത് ഒക്കെ ഉണ്ട്. പക്ഷേ അത് വളരെ ചുരുക്കം ആളുകളുടെ കയ്യിൽ മാത്രമാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുമോ GDP കൂടി എന്ന് വെച്ചിട്ട് വെൽഫെയർ കൂടി എന്ന്? വി കനോട്ട് സേ. അത് തെറ്റാണ്. ഒരു രാജ്യത്തിന്റെ വെൽത്ത് ഈക്വൽ ആയിട്ട് എല്ലാവർക്കും കിട്ടി, വരുമാനം എല്ലാവർക്കും നല്ല വരുമാനം ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പറയും ഓക്കെ, നോ പ്രോബ്ലം, നമ്മുടെ വെൽഫെയർ കൂടി എന്ന് പറയും. പക്ഷേ ഇഫ് ദ ഇൻകം ഈസ് അൺഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ്, കേട്ടോ, അങ്ങനെ അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ നമ്മുടെ രാജ്യത്തെ വെൽഫെയർ കൂടുമോ? നെഹി. നമുക്ക് GDP ഒക്കെ കൂടും, പക്ഷേ അവർ വെൽഫെയർ വിൽ നോട്ട് ഇൻക്രീസ്. രണ്ടാമത്തത് എക്സ്റ്റേർണാലിറ്റീസ് ആണ്. അതൊരു പ്രത്യേക സംഭവമാണ്. ദ ബെനിഫിറ്റ്സ് ഓർ ഹാം മെയ്ഡ് ബൈ എ ഫേം ഓർ ഇൻഡിവിജ്വൽ ടു അനദർ ഇൻഡിവിജ്വൽ ഓർ എ ഫേം. അതായത് ഒരു വ്യക്തിയോ സ്ഥാപനമോ വേറൊരു വ്യക്തിക്കോ സ്ഥാപനമോ ബെനിഫിറ്റോ ഹാംസോ, അതായത് നല്ലതോ ചീത്തയോ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എക്സ്റ്റേർണാലിറ്റീസ് എന്ന് പറയുക. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു വമ്പൻ ഫാക്ടറി വന്നു, ഭയങ്കര വലിയ ഫാക്ടറിയാണ്, 12,000 പേർക്ക് ജോലി കൊടുക്കുന്ന ഒരു വലിയ ഫാക്ടറി അവിടെ വരിക എന്ന് വിചാരിക്കാം. അതിന് പോസിറ്റീവ് എക്സ്റ്റേർണാലിറ്റി ഉണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങളുടെ വീടിനടുത്തുള്ള വെറുതെ നടക്കുന്ന ആൾക്കാർക്കൊക്കെ ജോലി കിട്ടും. കാരണം 2,000 പേരെ എംപ്ലോയ്മെന്റ് ചെയ്യാനുള്ള ആ ഇൻഡസ്ട്രി അവിടെ റെഡി ആയിട്ടിരിക്കുക. അപ്പോൾ കുറേ പേർക്ക് ജോലി കിട്ടും, നിങ്ങളുടെ ആ പ്രദേശം തന്നെ വികസിക്കും, അല്ലേ? നല്ല ഡെവലപ്മെന്റ് ഉണ്ടാവും, നല്ല റോഡ്, നല്ല ഷോപ്പ്, മാള് എല്ലാം വരും മക്കളെ. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ വെൽഫെയർ കൂടും. പക്ഷേ ആ ഇൻഡസ്ട്രി അവിടെ വന്നു കഴിഞ്ഞാൽ അതിന് പോസിറ്റീവ് അല്ല ഉള്ളത്, എന്തും കൂടി ഉണ്ടാവും, ചിലപ്പം നെഗറ്റീവ് ഹാംഫുൾനെസ് ഉണ്ടാവും. അതെന്തുകൊണ്ടാ ഹാംഫുൾ എന്ന് പറയുന്നത് എന്ന് അറിയാം? ഹാംസ് ഉണ്ടാവുന്ന എങ്ങനെയാ? ഈ ഇൻഡസ്ട്രി വന്നു കഴിയുമ്പോൾ പൊല്യൂഷൻ ഉണ്ടാവും മക്കളെ. അപ്പോൾ ആൾക്കാർക്ക് അസുഖം വരികയൊക്കെ ചെയ്യും. അപ്പോൾ അവരുടെ പൈസയൊക്കെ മെഡിസിന് വേണ്ടി ചിലവാക്കേണ്ടി വരും. അപ്പം ഒരു എക്സ്റ്റേർണാലിറ്റീസ് എന്ന് പറഞ്ഞാൽ പ്ലസ്സും ഉണ്ട് നെഗറ്റീവും ഉണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ പറയും ഇൻഡസ്ട്രി വന്നു, സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്നു, GDP കൂടി. പക്ഷേ അതിൻ്റെ ജസ്റ്റ് ഹാംഫുൾ ഇഫക്ട്സ് നോക്കുമ്പോൾ നമുക്ക് വെൽഫെയർ ഇല്ല. പൊല്യൂഷൻ വന്ന ആൾക്കാർക്ക് ശ്വാസം മുട്ടി മരിക്കുകയാണെങ്കിൽ വെൽഫെയർ ഉണ്ടാവുമോ? ഇല്ല. അപ്പം നമ്മൾ പറയും എന്താണ്, എക്സ്റ്റേർണാലിറ്റീസ് എന്തല്ല ഉണ്ടെങ്കിലും നമുക്ക് വെൽഫെയർ കൂടില്ല. ഇനി അടുത്തത് മൂന്നാമത്തതാണ് വാല്യൂ ഓഫ് നോൺ മാർക്കറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസസ്. യെസ്, നോൺ മോണിറ്ററി ട്രാൻസാക്ഷൻ. വെരി ഗുഡ്. അതായത് നോൺ മോണിറ്ററി ട്രാൻസാക്ഷൻസ് ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ നാഷണൽ ഇൻകം അക്കൗണ്ടിങ്. അതായത് നമ്മൾ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പണപരമായിട്ട് എന്തെങ്കിലും ട്രാൻസാക്ഷൻ നടത്തിയാൽ മാത്രമേ അത് ഇൻക്ലൂഡഡ് ആവുള്ളൂ, അല്ലെങ്കിൽ ഇതൊന്നും പെടുന്നില്ല. ഇപ്പൊ രാവിലെ നിങ്ങളുടെ അമ്മ രാവിലെ പോകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് വെച്ച് വരുന്നു, നിങ്ങളുടെ തുണി അലക്കുന്നു, വീടടിച്ച് വൃത്തിയാക്കുന്നു, ഒക്കെ ചെയ്യുന്നുണ്ട് അല്ലേ? അതൊക്കെ ആക്ടിവിറ്റീസ് ആണ്. പക്ഷെ ഇതൊക്കെ ഇതൊക്കെ സർവീസസാ. അതിന് നമ്മൾ പണപരമായിട്ട് അളക്കുന്നില്ല. ഈ അമ്മമാരൊക്കെ വീട്ടിൽ ചെയ്യുന്ന ജോലികളൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നാഷണൽ ഇൻകം കാൽക്കുലേഷനിൽ ഉൾപ്പെടുത്തുന്നില്ല. ബിക്കോസ് ദർ ഇസ് നോ മോണിറ്ററി ട്രാൻസാക്ഷൻ അല്ലേ? അപ്പൊ നോൺ മോണിറ്ററി ട്രാൻസാക്ഷൻ ഉള്ള സാധനങ്ങളെ ഒക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, എക്സ്ക്ലൂഡ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്, ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അതൊരു ഡിഫക്റ്റ് ആണ്. പിന്നെ നാലാമത്തെ പോയിന്റ് ആണ് മക്കളെ ഹാംഫുൾ ഗുഡ്സ്. അതായത് ഹാംഫുൾ ഗുഡ്സ്, ഇപ്പോൾ ഒരു രാജ്യത്ത് കുറേ ആൽക്കഹോൾ ഉണ്ടാക്കുക എന്ന് വിചാരിക്കാം. ഒരുപാട് ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ടാക്കുക, ആൽക്കഹോൾ ഉണ്ടാക്കുകയാണെങ്കിൽ ആൽക്കഹോൾ ഉണ്ടാക്കി ആൽക്കഹോൾ ഉണ്ടാക്കുമ്പോൾ എന്ത് സംഭവിച്ചു? പ്രൊഡക്ഷൻ കൂടി, GDP കൂടി. പക്ഷേ അത് നല്ലതാണോ ചീത്തയാണോ? അത് ചീത്തയാണ് അല്ലേ? സാധനങ്ങൾ കുറേ ആൽക്കഹോളും കുറേ സിഗരറ്റ്സും ഒക്കെ ഉണ്ടാക്കിയിട്ട് പ്രൊഡക്ഷൻ ഓഫ് ദിസ് ജോണി വാക്കർ വരട്ടെ 1 by 1 ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ സിഗരറ്റിന്റെയും ആൽക്കഹോളിന്റെ ഒക്കെ പ്രൊഡക്ഷൻ കൂടിയാൽ നമ്മൾ പറയും ഓക്കെ GDP കൂടി. പക്ഷേ
അത് എന്താണ്? ഇറ്റ് വിൽ നോട്ട് ഇൻക്രീസ് ദ വെൽഫെയർ. ജനങ്ങളുടെ ക്ഷേമം എന്ത് ചെയ്യുന്നില്ല മക്കളെ? കൂട്ടുന്നില്ല. ഒരു രാജ്യത്ത് ഇഷ്ടംപോലെ ഡ്രഗ്സും സിഗരറ്റും ആൽക്കഹോളൊക്കെ അങ്ങ് ഉണ്ടാക്കി കൂട്ടിക്കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ ഓഫ് GDP എന്ന് പറയുമ്പോൾ ഇറ്റ് ഹാസ് ഇൻക്രീസ്ഡ്, ബട്ട് അതെന്ത് സംഭവിക്കുന്നില്ല? ഇറ്റ് വിൽ നെവർ ഇൻക്രീസ് ദ വെൽഫെയർ ഓഫ് ദ ഇക്കോണമി. അങ്ങനെയാണെങ്കിൽ ഈ ഹാംഫുൾ ഗുഡ്സ് നാഷണൽ ഇൻകത്തിൽ വരുമോ? ഇല്ല. മനസ്സിലായോ? നമ്മുടെ വെൽഫെയർ കൂട്ടുമോ? ഇല്ല, വെൽഫെയർ കൂട്ടുന്നില്ല. അപ്പൊ ഇതാണ് എന്ത്? ലിമിറ്റേഷൻസ് ഓഫ് GDP ആസ് എ മെഷർ ഓഫ് വെൽഫെയർ. ശ്യാം ദേവ്, യെസ്, കൂൾ. ഇതൊന്ന് ഓക്കെ, ക്ലിയർ. ലിജി ക്ലിയർ. ലിജി ഇങ്ങനെ തല പെരുത്തു ഇത് കേട്ടിട്ട് അല്ലേ? അപ്പൊ ഇത് പഠിക്കണം, ലിമിറ്റേഷൻസ് ഓഫ് GDP. അപ്പൊ ഈ ചാപ്റ്ററിന് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ എന്താണെന്ന് മക്കൾക്ക് അറിയോ? ഫസ്റ്റ് നിങ്ങൾ പഠിക്കേണ്ടത് ഫസ്റ്റ് നമ്മൾ നാഷണൽ ഇൻകം അക്കൗണ്ടിങ്, അതായത് നമുക്ക് തുടങ്ങുന്നത് നമ്മുടെ 2 സെക്ടർ സർക്കുലർ ഫ്ലോ ചാർട്ട് ഇല്ലേ മക്കളെ? 2 സെക്ടർ ഇക്കോണമിയുടെ സർക്കുലർ ഫ്ലോ ചാർട്ട് പഠിക്കണം. സർക്കുലർ സർക്കുലർ ഫ്ലോ ചാർട്ട് പഠിക്കണം. പിന്നെ കാൽക്കുലേഷൻ ഓഫ് നാഷണൽ ഇൻകം പഠിക്കണം. 8 മാർക്കിന്റെ essay വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ പഠിക്കുന്ന സമയത്ത് മക്കളെ നിങ്ങൾ റിയൽ ഫ്ലോയും മണി ഫ്ലോയും കൂടെ ഐഡന്റിഫൈ ചെയ്യാൻ പഠിച്ചിരിക്കണം. ഇത് ക്ലോസ്ഡ് ഇക്കോണമിയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ ആരേ ഉള്ളൂ? ഹൗസ് ഹോൾഡും അതേപോലെ ഫേം മാത്രമേ ഉള്ളൂ. ഓപ്പൺ ഇക്കോണമി ഒക്കെ ഇല്ലേ മിസ്? അതൊക്കെ വരുന്നുണ്ട്. ഓപ്പൺ ഇക്കോണമിക്ക് ലാസ്റ്റ് ചാപ്റ്റർ നമ്മുടെ മാക്രോ ഇക്കണോമിക്സിന്റെ. ഓക്കെ, അപ്പൊ കാൽക്കുലേഷൻ ഓഫ് നാഷണൽ ഇൻകം ഇതിൽ പഠിക്കണം. പിന്നെ നമ്മുടെ എന്താ പഠിക്കേണ്ടതെന്ന് അറിയാം? ഫോർമുലാസ് കേട്ടോ. നമ്മളെ GNP GDP എന്നൊക്കെ പറഞ്ഞില്ലേ? ആ ഫോർമുലാസ് പഠിക്കണം. ഓക്കെ, ഫോർമുല പഠിക്കണം. അത് അങ്ങനത്തെ കുറച്ച് പഠിക്കണം. പിന്നെ GDP ആൻഡ് വെൽഫെയർ പഠിക്കണം. ഇപ്പൊ ഞാൻ ലാസ്റ്റ് എടുത്തൊന്നില്ലേ? GDP ആൻഡ് വെൽഫെയർ പഠിക്കണം. പിന്നെ നമ്മൾ എന്ത് പഠിക്കണം? GDP ഡിഫ്ലേറ്റർ പഠിക്കണം. ക്ലിയർ? ഇത്രയും സാധനങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചാപ്റ്ററിന്. ഓക്കെ, 3 സെക്ടർ ഇക്കോണമി ക്ലോസ്ഡ് ഇക്കോണമി അല്ലേ? ഗവൺമെന്റ് ഉണ്ട്, അത് 3 സെക്ടർ ഇക്കോണമിയാണ്. ഗവൺമെന്റ് ഉണ്ട്, പക്ഷെ ഗവൺമെന്റ് ഉണ്ടെങ്കിലും അവിടെ നമ്മൾ എക്സ്പോർട്ട് ഇമ്പോർട്ടും ഇല്ലെങ്കിൽ പ്രശ്നമല്ല. ക്ലോസ്ഡ് ഇക്കോണമി ആവും. ഗവൺമെന്റ് അവിടെ നോട്ടെ, ക്ലോസ്ഡ് ഇക്കോണമി ആവും കേട്ടോ. വൈവിയോ? നോ, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. ഇതൊക്കെ തന്നെയുള്ളൂ. സോ ദിസ് ഇസ് ദ എൻഡ് ഓഫ് ദിസ് ചാപ്റ്റർ. ക്ലിയർ? കഴിഞ്ഞു മക്കളെ, കഴിഞ്ഞു. ആദി, യെസ്. അപ്പൊ എന്നാല് ഗുഡ് നൈറ്റ്. ഓക്കെ. ഓ മൈ ഗോഡ്, വാട്ട് എ നെയിം. ഓക്കെ, going, yes. Okay, bye children, bye, see you dear, see you next time. നമ്മുടെ money and banking chapter ഉണ്ടാവും കേട്ടോ. Okay, we will come money and banking. Thank you so much. Good night all of you. Okay.